Hello everyone, welcome back to Xylem Learning. It's me Jamshad. Definitely നമ്മളെ മക്കളെ പൊളിക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും നമ്മുടെ തമ്പൊക്കെ കണ്ടിട്ടുണ്ടാവും. ഹാപ്പി പ്രിൻസ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ ഇന്നത്തെ ഒരൊറ്റ ലൈവില് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ആക്കാൻ പോവാണ്. ഡെഫിനറ്റ്ലി നിങ്ങളെ ധാരാളം ഫ്രണ്ട്സ് ഉണ്ടാവും 9th CBSE പഠിക്കുന്ന അവർക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ഈ ഒരൊറ്റ ക്ലാസ്സിൽ കുറഞ്ഞ സമയം കൊണ്ട് ആ ചാപ്റ്റർ നമ്മൾ സെറ്റ് ആണോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലൈഡ് ഒക്കെ കാണുന്നുണ്ട്. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു ഫേവറേറ്റ് ഇമോജി ഉണ്ടല്ലോ അത് അങ്ങോട്ട് കമന്റ് ബോക്സിൽ ഇട്ടേ. ഇന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്റർ സെറ്റ് ആക്കാൻ പോവാണ്. എല്ലാവരും ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? നിങ്ങളുടെ റിപ്ലൈ വേണം. വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ്. there is only the way to communicate is the comment box. കമന്റ് ബോക്സ് ആണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു വേ. അതേ ഉള്ളൂ അല്ലേ നമ്മൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ നടക്കാൻ. സോ നിങ്ങൾക്ക് എന്ത് തന്നെ ഡൗട്ട് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ എന്ത് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു കമന്റ് ബോക്സ് യൂസ് ചെയ്യുക. നിങ്ങൾ എല്ലാവരും സെറ്റ് ആണല്ലേടാ? സെറ്റ് അല്ലേടാ? നമ്മൾ പൊളിക്കല്ലേടാ? യെസ് DM ഒക്കെ ആ ഒരു ഇമോജി ഒക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കുന്നുണ്ട്. യെസ് നമ്മൾ ഇനി എക്സാക്ട് ക്ലാസ്സിലേക്ക് പോവുകയാണ്. ദ ഹാപ്പി പ്രിൻസ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. ഓസ്കാർ വൈൽഡിനെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഡെഫിനറ്റ്ലി വളരെ ഫേമസ് ആയിട്ടുള്ള ധാരാളം കഥകളും കവിതകളും ഒക്കെ എഴുതിയിട്ടുള്ള ഫേമസ് പേഴ്സണാലിറ്റി ആണ്. ഒരു എന്താ പറയാ അത്രയും വലിയ അത്രയും വലിയൊരു ചിന്തകൻ കൂടിയാണ് നമ്മുടെ ഓസ്കാർ വൈൽഡ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ആ ഓസ്കാർ വൈൽഡ് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത് നോക്കാം. ഹാപ്പി പ്രിൻസ് ആണ് സെറ്റ് ആക്കാൻ പോകുന്നത്. സോ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി കൂട്ടി വരിക. ജസ്റ്റ് അവരിലേക്ക് ജസ്റ്റ് ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുത്താൽ അവരെല്ലാവരും ഓടി വരും, അവരെല്ലാവരും കയറി വരും. നമുക്ക് ഈ ചാപ്റ്റർ സെറ്റ് ആക്കണം. ദ ഹാപ്പി പ്രിൻസ് ഡെഫിനറ്റ്ലി നമുക്ക് മൊത്തത്തിൽ മുഴുവൻ ചാപ്റ്റേഴ്സ് എടുത്തു നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ക്യൂട്ട് ആയിട്ടുള്ള കുറച്ചുകൂടി എന്താ പറയാ കുറച്ചുകൂടി നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ചില സമയത്ത് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുമെന്നില്ല. കാരണം ഒരു കാക്ക എന്താക്കുന്നുണ്ട്, ഒരു പ്രതിമയോട് സംസാരിക്കുന്നു, പ്രതിഭ റിപ്ലൈ കൊടുക്കുന്നു. പക്ഷേ അതിന്റെ ഉള്ളിലൊക്കെ ധാരാളം ഇന്നർ മീനിങ്, ഡെപ്ത് മീനിങ്സ് ഉണ്ട്. നമുക്ക് നോക്കാം. ഏതായാലും കമന്റ് ബോക്സ് മുഴുവൻ ആ ഒരു ഇമോജി ഇട്ട് നിറക്കുന്നുണ്ട്. I really love you guys. That's really one of my favorite emoji. That's why I'm always excited to say you guys to send those emoji. ഏതായാലും സന്തോഷം മക്കളെ. സെറ്റ് ആണ്. ഹാപ്പി പ്രിൻസിലേക്ക് കടക്കാം. ദ ഹാപ്പി പ്രിൻസ് എന്ന് പറയുന്നത് വാസ് എ ബ്യൂട്ടിഫുൾ സ്റ്റാച്യു. ഹാപ്പി പ്രിൻസ് ഒരു നല്ല അടിപൊളി സ്റ്റാച്യു ആയിരുന്നു. സ്റ്റാച്യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രതിമയായിരുന്നു. ഹി വാസ് കവേർഡ് വിത്ത് ഗോൾഡ്. അവൻ ഒരു ഗോൾഡ് കൊണ്ട് കവർ ചെയ്യപ്പെട്ടായിരുന്നു. കംപ്ലീറ്റ് ഗോൾഡ് ആയിരുന്നു. യെസ്, ഞാൻ കോട്ട് കൊണ്ട് കവർ ആണെങ്കിൽ അവൻ കോട്ട് എന്തായിരുന്നു? ഗോൾഡ് കൊണ്ടായിരുന്നു. ഹി ഹാഡ് സഫയർ ഫോർ ഐസ്. കണ്ണിന് പകരം സഫയർ. എന്റെ അമ്മോ, മരതകങ്ങളാണ്, അതായത് ഡയമണ്ട്സ് ആണ്. ആൻഡ് അതാ റൂബി ഉണ്ട്. അതുപോലെ തന്നെ ആൻഡ് റൂബി ഇൻ ഹിസ് സ്വോർഡ്. വാളിൽ എന്തുണ്ട് മക്കളെ? ഒരു റൂബി ഉണ്ട്. മരതകം. അതുപോലെ തന്നെ പല വൈഡൂര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നോക്കാം. Why did he want to part with all the gold that he had and his precious stone? ഇത്രയും വിലപിടിപ്പുള്ള കല്ലുകളും അതായത് ഡയമണ്ടുകളും അതുപോലെ തന്നെ ഇത്രയും വിലപിടിപ്പുള്ള ഗോൾഡും അവൻ ഉരിഞ്ഞൊഴിവാക്കണമെങ്കിൽ എന്തായിരിക്കും കാരണം എന്നാണ് നമുക്ക് നോക്കാനുള്ളത് ഇന്നത്തെ ചാപ്റ്ററിൽ. പവർ വരട്ടെ. യെസ് നമുക്ക് തുടങ്ങാൻ പോണം. High above the city on a tall column. നമ്മളെ പ്രൊമോയിൽ പറഞ്ഞിരുന്നില്ലേ, അങ്ങ് ഉയരത്തില്, ആ സിറ്റിയുടെ ഉയരത്തില് on a tall column, അങ്ങ് നല്ല ഹൈറ്റ് ഉള്ള ഒരു ഇതാണ് കോളം എന്ന് പറഞ്ഞാൽ. ഇതിനാണ് കോളം എന്ന് പറയാം. ആ ഒരു സ്തൂപത്തിന്റെ മുകളില് stood the statue of the happy prince. ഹാപ്പി പ്രിൻസിന്റെ സ്റ്റാച്യു ഇങ്ങനെ നിലകൊള്ളുകയാണ്. യെസ്. എന്നിട്ടോ he was gilded all over with the thin leaf of the fine gold. Gilded and covered thinly with the gold leaf of gold paint. അതായത് സ്വർണത്തിന്റെ പെയിന്റ് കൊണ്ട് സ്വർണം പൂശപ്പെട്ടതാണ്. നമ്മുടെ റോൾഡ് ഗോൾഡ് പോലെയല്ല, ഫുള്ള് ഗോൾഡ് അല്ല, എന്നാലും സ്വർണം പൂശപ്പെട്ടതാണ്. സ്വർണത്തിന്റെ പെയിന്റ് കൊണ്ട് അടിച്ചതാണ്. ഫുൾ ഓഫ് ഗോൾഡ് ആണ്. ഫുൾ അല്ലാത്ത പുറമെയുള്ള ഭാഗങ്ങൾ മാത്രം. ഓക്കെ. ഫോർ ഐസ് he had two bright sapphire. കണ്ണിന് സഫയർ ആണുള്ളത്. യെസ്, സഫയർ ആണുള്ളത്. സഫയർ ഇതല്ലേ സഫയർ? യെസ്. അങ്ങനെ and a large red ruby glowed on his sword hilt. swordന്റെ വാളിന്റെ ആ ഒരു ചെറിയ വാളിന്റെ, ഇത് വാളാണെങ്കിൽ വാളിന്റെ ഈ മൂലക്കൽ ചെറിയൊരു ഹോൾ ഉണ്ട്. ആ ഹോളിൽ എന്താണുള്ളത്? റൂബി ആണുള്ളത്. One night there flew over the city a little swallow. ഒരു സ്വാലോ, ഒരു കാക്കയെ പോലുള്ള ഒരു പക്ഷി. ഓക്കെ, കടൽ കാക്ക എന്നൊക്കെ വേണേ പറയും. ഒരു കൈൻഡ് ഓഫ് ബേർഡ്. ഓക്കെ, സ്വാലോ. ഓക്കെ, ഒരു സ്വാലോ, ഒരു പക്ഷി ഉണ്ടായിരുന്നു. His friends had gone away to Egypt 6 weeks ago. 6 weeks before. 6 ആഴ്ചകൾക്ക് മുമ്പ്, ഏകദേശം 1.5 മാസങ്ങൾക്ക് മുമ്പ് തന്റെ ഫ്രണ്ട്സ്
ഒക്കെ ഈജിപ്ത് പോയി. എന്താ കാരണം? he had stayed behind, then he decided to go to Egypt too. അവൻ അവിടെ തന്നെ നിന്നു. നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിനെ പോലെ എന്താണ് മടിയനാണ് ഗൈസ് നമ്മുടെ സ്വാലോ. അതുകൊണ്ടായിരിക്കും ഈജിപ്തിലേക്ക് പോയില്ല, ചെക്കൻ അവിടെ തന്നെ നിന്നു. ഓക്കെ, അപ്പൊ ഇവനും പോകാൻ തീരുമാനിച്ചു. all day long he flew and at night he arrived at the city. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പാറി 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 അവസാനം ഈ ഒരു സിറ്റിയിലെത്തി, നമ്മുടെ സ്റ്റാച്യു ഉള്ള സിറ്റിയിലെത്തി. where shall I put up? ഞാൻ എവിടെ അക്കമഡേറ്റ് ചെയ്യും, എവിടെ ഞാൻ പോയി താമസിക്കും, ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴോ he said I hope the town has made a preparation. ടൗൺ ഒക്കെ ഏകദേശം പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്, ഏകദേശം ഉറങ്ങാൻ പോവാണ്. then he saw the statue on a tall column. ആ ഒരു ഉയർന്ന ഈ ഒരു സ്തൂപത്തിന്റെ മുകളിൽ ഒരു സ്റ്റാച്യു കണ്ടു. എന്ത് കണ്ടു? പ്രതിമയെ കണ്ടു, ആ സ്തൂപം കണ്ടു. I'll put up here. ഞാൻ ഇവിടെ കിടന്നോളാം. ഞാന് yes. Okay, which is your favorite position in football എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഓരോരുത്തർക്ക് ഓരോ പൊസിഷൻ ആയിരിക്കും അല്ലെ. അറ്റാക്കേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ബാക്ക് നിൽക്കുന്ന ആൾക്കാർ ഡിഫൻഡേഴ്സ് ഉണ്ടാവും. ആക്ച്വലി എന്നോട് ചോദിച്ചതാണെങ്കിൽ ഐ എം എ ഡിഫൻഡർ. കുറച്ച് ഡിഫെൻഡ് ചെയ്യാനാണ് കുറച്ച് താല്പര്യം. ഏതായാലും നമുക്ക് നോക്കാം. he cried I'll put up. ഞാൻ ഇവിടെ തന്നെ കിടക്കാൻ പോവാന്ന് അവൻ കരഞ്ഞു പറഞ്ഞു. അതായത് എന്താണ്, കുറച്ചുകൂടി ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പറയാ, കുറച്ച് ഉറക്കെ പറയുന്നതാണ് cried എന്ന് പറയാം. it is a fine position with plenty of fresh air. നല്ല കാറ്റ് കിട്ടും. so he lied just between the feet of the happy prince. ഹാപ്പി പ്രിൻസിന്റെ കാലിന്റെ അടുത്ത എക്സാക്ട് ഈ സ്ഥലത്ത് എന്താക്കി അവിടെ നിന്ന് പറന്നിറങ്ങി. I have a golden bedroom. പറയണേ, I have a golden bedroom. കാരണം ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയതാണല്ലോ കംപ്ലീറ്റ്. ഓക്കെ, ഏതായാലും yes. he said softly to himself as he looked around. ചുറ്റും നോക്കിയിട്ട് അവൻ സ്വന്തം പറഞ്ഞു, എന്ത്, എനിക്ക് സ്വന്തമായിട്ട് ഗോൾഡൻ ബെഡ്റൂം ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഓക്കെ എന്നിട്ടോ and he prepared to go to sleep. അവൻ ഉറങ്ങാൻ സെറ്റായി ഗൈസ്, അവൻ ഉറങ്ങാൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. but just as he was putting his head under his wings, a large drop of water fell on him. കിടക്കാൻ വേണ്ടിയിട്ട് തല്ലുള്ളിൽ ചിറകം ഇങ്ങോട്ട് പൂട്ടാൻ നേരത്തെ ഒരു ലാർജ് ഡ്രോപ്പ് ഓഫ് വാട്ടർ ഇങ്ങനെ മുകളിൽ നിന്ന് വരുന്നു. ഇനി ചോർച്ചയുള്ള വല്ല സ്റ്റാറ്റ്യൂ ആണോ? what a curious thing, he cried. there is not a single cloud in the sky. ആകാശത്തിൽ ഒരു സിംഗിൾ ക്ലൗഡ് ഇല്ല, ഒരു മേഘം പോലും ഇല്ല. the stars are quite clear and bright and yet it is raining. ആകാശം മൊത്തം ഫുൾ ക്ലിയർ ആണ്, പിന്നെ എവിടെന്നാ ഈ മഴ അല്ലേ? മഴ അല്ല, മഴ. നമ്മള് കൊയ്ക്കോട്ടാര് പറയുന്നത് മഴ എന്നായിരിക്കും അല്ലെ? കൊയ്ക്കോട്ടാര്. yes, then only that will be Calicut. okay, then another drop fell. പെട്ടെന്ന് അടുത്ത പൊടിയോട് കൂടി അടുത്ത തുള്ളിയും കൂടി വേണം. what is the use of a statue if you cannot keep the rain off? മഴയത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയില്ല, പിന്നെ സ്റ്റാറ്റ്യൂ എന്തിനാ സ്റ്റാറ്റ്യൂ എന്ന് ചോദിച്ചു പോവുകയാണ് ഗൈസ്. he said I must look for a good chimney pot. ഏതെങ്കിലും ചിമ്നി പോട്ടറ്റ് പോയി നോക്കാം, അവിടെ മഴയും പെയ്യൂല, അത്യാവശ്യം ചൂടും കിട്ടും. and he determined to fly away. അങ്ങനെ പറന്ന് പോവാൻ തീരുമാനിച്ചു. ഓക്കെ, but before he had opened his wings, ചിറകൊക്കെ ഇങ്ങോട്ട് നൂർത്തുന്നതിന് മുമ്പ് a third drop fell and he looked up and so what did he see? അങ്ങനെ പറന്ന് വേറെ ചിമ്നിക്കൂടിന്റെ അടുത്തൊക്കെ പോകാൻ നോക്കുന്ന സമയത്താണ് അതാ മൂന്നാമത്തെ ഡ്രോപ്പ് വന്നിരിക്കുന്നു ഗൈസ്. മൂന്നാമത്തെ ഡ്രോപ്പ് വന്നു, അവന്റെ തലയിൽ വീണു. അങ്ങനെ അവൻ കണ്ടത്, അവൻ അത്ഭുതപ്പെട്ടു പോയി ഗൈസ്. എന്തായിരിക്കും അവൻ കണ്ടിട്ടുണ്ടാവുക? നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റൂ, എന്തായിരിക്കും അവൻ കണ്ടിട്ടുണ്ടാവുക? ഗസ് വാട്ട് ഹി ജസ്റ്റ് സോ. അവൻ എന്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക എന്നുള്ളത് കമന്റ് ബോക്സ് അറിയിക്കൂ. നോക്കാം നിങ്ങളുടേത് കറക്റ്റ് ആവുന്നുണ്ടോ, നിങ്ങളുടെ ഗസ് കറക്റ്റ് ആവുന്നുണ്ടോ, സെറ്റ് ആണോന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. എന്തായിരിക്കും അവൻ അവിടെ കണ്ടിട്ടുണ്ടാവുക? സ്റ്റാറ്റ്യൂവിന്റെ അടിയിൽ നിന്ന് മേലോട്ട് നോക്കിയാൽ മഴ പെയ്യോ? ഇനി വല്ല ഫയർഫോഴ്സും ആണോ? നമുക്ക് നോക്കാം. ഓക്കെ നമുക്ക് നോക്കാം. yes, the eyes of the happy prince were filled with tears. yes, prince was crying. Nawal Sheba Bashir പറയുന്നു, prince was crying. yes, crying, happy prince. ദ്വൈതൊക്കെ പറയുന്നുണ്ട്. സ്റ്റാലി വാസ് ക്രൈങ്, അശ്വിനി പറയുന്നുണ്ട്. യെസ്, സാലിഹ ബീഗം പറയുന്നുണ്ട്. യെസ്, ഷാഫി പി കെ ഒക്കെ പറയുന്നുണ്ട്. എത്രയോ ആകാശം എന്ന് പറയുന്നുണ്ട്. ഓഗി ബോയ്. ഓക്കെ, യെസ്, നിരഞ്ജന എം ജെ പറയുന്നു പ്രിൻസ് വാസ് ക്രൈങ്. എവറിബഡി ഈസ് കമന്റിങ് ദാറ്റ് ദ പ്രിൻസ് വാസ് ക്രൈങ്. ദ ഹാപ്പി പ്രിൻസിന്റെ കണ്ണും നിറഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകുകയാണ് ഗൈസ്. ആൻഡ് ടീയേഴ്സ് വർ റണ്ണിങ് ഡൗൺ ഹിസ് ഗോൾഡൻ ചീക്ക്. ആ സ്വർണത്തിന്റെ ചീക്കിലൂടെ ഇങ്ങനെ ഒഴുകി വരികയാണ്. His face was so beautiful in the moonlight that the little swallow was filled with pity. വൈകുന്നേര സമയത്ത്, മോർണിംഗ് അല്ലേ, വൈകുന്നേരം അല്ലേ, രാത്രി ആയിട്ടുണ്ട്. ആ ഒരു ചന്ദ്രന്റെ പ്രകാശം കൊണ്ട് ഇങ്ങനെ തിളങ്ങുന്ന കവടിലൂടെ അത്രയ്ക്കൊരു ദയാലുവായി തോന്നി, പാവം തോന്നി അതിനെ കണ്ടിട്ട്. അയ്യോ പറഞ്ഞു, I am the happy. ആരാ ചോദിച്ചോ ഹാപ്പി പ്രിൻസ്, why are you weeping then? എന്തൊരു പാരഡോക്സ് അല്ലേ.
നിങ്ങളാരാ ഈ കരയുന്ന നിങ്ങളാരാ? ഹാപ്പി പ്രിൻസ്. പിന്നെ നിങ്ങളെ കരയുന്ന മണ്ട എന്ന് ചോദിക്കണ്ടേ? അജ്ജാ അത് ഏതായാലും ഹാപ്പി പ്രിൻസാ, പക്ഷെ പേര് ഹാപ്പി പ്രിൻസ് ആണെങ്കിലും കരഞ്ഞോണ്ടിരിക്കുക. നമുക്ക് നോക്കാം എന്താ സംഭവം. Salo, you have quite drenched me. നനച്ചല്ലടാ എന്ന് പറഞ്ഞു. When I was alive and I had a human heart and so the statue പറയാണ് ഞാനൊരു യഥാർത്ഥ മനുഷ്യനായിരുന്ന സമയത്ത്. And now you know what tears were. കരച്ചിൽ എന്താണ്, കണ്ണുനീർ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് എന്നെ തൊട്ട് അജ്ഞമായിരുന്നു. For I lived in a palace where sorrow is not allowed to enter. ഒരു ദുഃഖത്തിനെയും കടത്തിവിടാത്ത കൊട്ടാരത്തിലാണ് ഞാൻ എന്താക്കിയത്, ഞാൻ താമസിച്ചിരുന്നത്, ഞാൻ ജീവിച്ചിരുന്നത്. My countryers called me the happy prince. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രഭുക്കൾ, അല്ലെങ്കിൽ ഹേ പ്രഭു, മറ്റേ പ്രഭുക്കളല്ല, എൻ്റെ പ്രജകൾ അല്ലെങ്കിൽ എൻ്റെ കോർട്ടിലുള്ള ആൾക്കാർ, ഓക്കെ, എൻ്റെ സന്നിധിയിലുള്ള ആൾക്കാരൊക്കെ എന്നെ ഹാപ്പി പ്രിൻസ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. ആൻഡ് ഹാപ്പി ഇൻഡീഡ് ഐ വാസ്. ഞാൻ ശരിക്കും സന്തോഷവാനായിരുന്നു. സോ ഐ ലിവ്ഡ്, സോ ഐ ഡൈഡ്. ഞാൻ അങ്ങനെയാണ് ഞാൻ ജീവിച്ചത്, അങ്ങനെയാണ് ഞാൻ മരിച്ചത്. And now that I am dead and they have set me up here so high that I can see the ugliness and the misery of my city. അങ്ങനെ അവർ ഞാൻ മരിച്ചപ്പോ എന്നെ പൊക്കിക്കൊണ്ടൊന്ന് ഈ ഒരു ഉയരത്തിൽ വെച്ചു, ഈ ഒരു കോളന്റെ മുകളിൽ വെച്ചു. അങ്ങനെ ഈ ഒരു നാടിന്റെ, ഈ ഒരു സിറ്റിയുടെ, ഞാൻ ഭരിച്ച ഹാപ്പി പ്രിൻസ് ആയ, ഞാൻ ഭരിച്ച കൺട്രിയുടെ ചുറ്റുഭാഗത്തുമുള്ള അഗ്ലിനെസ് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ. And though my heart is made of lead, yet I cannot choose but weep. എന്റെ ഹൃദയം ലെഡ് കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിലും എനിക്ക് കരയുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് അവൻ പറയുകയാണ്. വാട്ട് ഈസ് ഹി നോട്ട് സോളിഡ് ഗോൾഡ്? അപ്പൊ അത് ഗോൾഡ് അല്ലേ? അതാണ് സ്വാലോന്റെ തഗ്ഗാണ്. അവൻ ഭയങ്കര ലിറ്ററേച്ചർ ആയിട്ട് പറയണം, എന്റെ ഹൃദയം ലെഡ് കൊണ്ടാണെങ്കിലും എനിക്ക് കണ്ണുനീരല്ലാതെ വരുന്നില്ല എന്നൊക്കെ പറയണം. ഭയങ്കര സംഭവം പറയാം. പക്ഷേ അപ്പൊ സ്വാല ചോദിക്കാണ്, അല്ല അപ്പൊ അത് ഗോൾഡ് അല്ലേ? സ്വാല വിചാരിച്ചത് മൊത്തത്തിൽ ഗോൾഡാണ്. മൊത്തത്തിൽ കാണുന്ന ആൾക്കാർ ഫുൾ സെറ്റപ്പ് ഗോൾഡാന്നുള്ള ഒരു വൈബാണല്ലോ വരിക. പറ്റിക്കാനുള്ള റോഡ് ഗോൾഡാണല്ലേ? said the swallow to himself. Oh, so himself now. He was too polite to make any personal remark. എന്തെങ്കിലും പേഴ്സണൽ റിമാർക്കോ പറയുന്നതിന് ഭയങ്കര പൊളൈറ്റ് ആയിരുന്നു. നോക്കാം എന്താണ്. യെസ്, അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. Have you ever heard about the beat? നിങ്ങളുടെ യൂട്യൂബിൽ തന്നെ കുറെ വീഡിയോസ് ഉണ്ട് ബീറ്റ് എക്സാമിനെ പറ്റിയിട്ട്. നമ്മുടെ സൈലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബീറ്റ് എക്സാം സംഘടിപ്പിക്കുന്നുണ്ട്. വാട്ട് ഈസ് എ ബീറ്റ്? ബോർഡ് എക്സാം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ 9th CBSEയിലുള്ള ആൾക്കാർക്ക് MCQ സെഷൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി സീനാണ് അല്ലേ? കുറച്ച് പ്രശ്നമാണ് ആ MCQ. കാരണം കുറഞ്ഞ സമയമേ ഉള്ളൂ, 20ഓളം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുണ്ടാവും. അത് ഇച്ചിരി പ്രശ്നമാണ് അല്ലേ? ഇച്ചിരി പെയിൻഫുൾ ആണ്. പക്ഷേ ആ പെയിൻഫുൾ ഒന്നായിട്ട് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സൈലം അവതരിപ്പിക്കുന്നു ബീറ്റ് എക്സാം. വെറുതെ എക്സാം എഴുതി പോവുകയാണോ? അല്ല, നിങ്ങളുടെ പ്രധാന പ്രശ്നത്തിന് ഒരു പരിഹാരം, ഒപ്പം സമ്മാനങ്ങളും. 10,000 bucks, ഓക്കെ, 10,000 rupees, 10,000 രൂപയുടെ സമ്മാനങ്ങളുമായിട്ടാണ് സൈലം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ബീറ്റ് എക്സാം സംഘടിപ്പിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒരു ലിങ്ക് കയറിയിട്ട്, നമ്മുടെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോന്റെ അടിയിൽ ഒരു ലിങ്ക് ഉണ്ടാകും. യെസ്, ആ വീഡിയോന്റെ അടിയിലുള്ള ലിങ്കിൽ ജസ്റ്റ് കയറിയിട്ട് നിങ്ങൾ എന്താക്കുക, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. December 10th ലാസ്റ്റ്. ഇപ്പം എത്ര ഡേറ്റ്? ഇപ്പം December 7 ആയിട്ടുണ്ട് ഗൈസ്. ഈ 3 ദിവസമുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ആ ഒരു ബീറ്റ് എക്സാം എന്താക്കുക, എഴുതുക. നിങ്ങൾക്ക് ലെക്ക് ഉണ്ടെങ്കിലല്ല, ആ MCQ സെഷനിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 10,000 രൂപയുടെ സമ്മാനങ്ങളാണ്. അതായത് ഫസ്റ്റ് പ്രൈസിന് 5,000, സെക്കൻഡ് പ്രൈസിന് 3,000, തേർഡ് പ്രൈസിന് 2,000. സെറ്റ് ആണോടാ? ഓക്കെ, വാട്ട് ഇസ് ദ തീം ഓഫ് ദ സ്റ്റോറി? നമ്മൾ തീം ലാസ്റ്റ് പറയടാ. ഓക്കെ, ഫാർ അവേ കണ്ടിന്യൂ ദ സ്റ്റഡി ഇൻ എ ലോ മ്യൂസിക്കൽ വോയിസ്. ഇങ്ങനെ ഇത് സെറ്റ് അല്ലേ? ഇത് ഓക്കെ ആണോടാ? ഇനി കൂടുതൽ പറയണ്ടല്ലോ. ഹൗ ടു രജിസ്റ്റർ എന്നൊക്കെ ഈ ഒരു വീഡിയോയിലുണ്ട്. 5 മിനിറ്റുള്ള വീഡിയോ ഉള്ളൂ. 1 മിനിറ്റുള്ള വീഡിയോയിൽ സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്, എന്താ സമ്മാനങ്ങൾ, എന്തുകൊണ്ടാണ് ബീറ്റ് എക്സാം നടത്തുന്നതൊക്കെ പറയുന്നുണ്ട്. സെറ്റ് അല്ലേ? സെറ്റാണോടാ? സെറ്റാണോ? നിങ്ങളുടെ MCQ സെറ്റാകും. അത് 60 മിനിറ്റ്, ഓക്കെ, 1 മണിക്കൂർ പരിപാടിയാണ്. 60 മാർക്കിനാണ്. ഓക്കെ, 60 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അത് എക്സാം എഴുതുന്നതോടുകൂടി കുറച്ചുകൂടി പ്രാക്ടീസ് നിങ്ങൾ സെറ്റാകും. യെസ്. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ആ ലിങ്കിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ December 10 ഒരു എക്സാം എന്നതിനെ പഠിച്ചോണേ. December ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാണ് എക്സാം എന്നുള്ളത്. അന്ന് വൈകുന്നേരം 7 മണിക്ക് തോന്നുന്നുണ്ട്, 7 മണി 7 ആ സമയത്ത് ഓൺലൈൻ ആയിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പങ്കെടുക്കാം. ഒരു രജിസ്ട്രേഷൻ ഫീസോ ഒരു മണ്ണാങ്കട്ട പരിപാടീസും ഇല്ല. ഫ്രീ ആയിട്ട് പങ്കെടുക്കാം. ജസ്റ്റ് നിങ്ങളുടെ പ്രാക്ടീസ്, നിങ്ങളുടെ ഒരു MCQ ചെയ്യാനുള്ള ഒരു സ്കില്ല് കുറച്ചുകൂടി അടിപൊളിയാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. വെറുതെ അല്ല, സമ്മാനങ്ങളും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫാർ അവേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടോ. വാട്ട് ഈസ് യുവർ നെയിം ചോദിക്കുന്നുണ്ട്. ഇന്നോടാണോ ഇനിയിപ്പോൾ വേറെ ആരോടോ ആണോ എന്നറിയില്ല. ഏതായാലും മൈ നെയിം ഈസ്
Jamshad Ali. PKD വണ്ണക്കോടാണ് സ്ഥലത്തിൻ്റെ പേരാണ്. ആൻഡ് യു ഗൈസ് ക്യാൻ കോൾ മീ JD എന്ന് വിളിക്കുക കേട്ടോ. സൈലത്തിലെ ഷോർട്ട് നെയിം എന്താണ് JD എന്നാണ് ജംഷാദിൻ്റെ ഷോർട്ട്. ഓക്കെ വാട്ടെവർ സെറ്റ് ആക്കണം. ഓക്കെ അതാലും അത് സെറ്റാണല്ലോ. എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. CBSE എല്ലാം രജിസ്റ്റർ ചെയ്യുക. തിരിച്ചു വരിക. ഓക്കെ Far away in a little street there is a poor house. ഈ ചെക്കൻ പറയാണ്, ആരെ നമ്മുടെ സ്റ്റാറ്റി പറയാണ്, നമ്മുടെ ഇവനോട് സാലറിയോട് പറയാണ്, അങ്ങ് ദൂരെ ചെറിയ ഒരു സ്ട്രീറ്റില് ഒരു പാവം വീട്ടില് വൺ ഓഫ് ദ വിൻഡോ ഈസ് ഓപ്പൺ. അവിടെ ഒരു ജനാല തുറന്നു കിടക്കുന്നുണ്ട്. ഓക്കെ ആൻഡ് ത്രൂ ഇറ്റ് ഐ ക്യാൻ സീ എ വുമൻ സീറ്റഡ് അറ്റ് എ ടേബിൾ. അവിടെ ഒരു പെൺകുട്ടി ഒരു ടേബിളിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. ഹർ ഫേസ് ഇസ് തിൻ ആൻഡ് വോൺ. വളരെ നേരിയ ഒരു ഫേസ് ആണ്, അതുപോലെ തന്നെ വളരെ വോൺ ഔട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഷീ ഹാസ് കോഴ്സ് സ്ക്രാച്ചി റെഡ് ഹാൻഡ്. ചുവന്ന കരങ്ങളാണ്, പക്ഷേ സ്ക്രാച്ച് വീണിട്ടുണ്ട്, കരങ്ങളിലൊക്കെ സ്ക്രാച്ച് വീണിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് വോണാണ്, അതായത് മുഖമൊക്കെ എന്തോ ആയിട്ടുണ്ട്. ആൻഡ് ഓൾ പ്രിക്ഡ് ബൈ ദ നീഡിൽസ്. സൂചി കുത്തിയിട്ട് ഫോർ ഷീ ഈസ് എ സീംസ്ട്രസ്. അവൾ എന്താണ്, ഒരു സീംസ്ട്രസ് ആണ്, തുന്നൽക്കാരിയാണ്. ഷീസ് എംബ്രോയിഡറിങ് flowers on a satin gown. ഇങ്ങനത്തെ ഗൗണിലൊക്കെ എന്താണ് എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്. യെസ് ജാക്ക് ഡാനിയൽ. ഓക്കെ ജാക്ക് ഡാനിയൽ whatever. Again for the loveliest of the queen's maids of honor. നമ്മുടെ ക്വീന്റെ മെയ്ഡുകൾ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇതുപോലത്തെ സാറ്റിൻ ഡ്രസ്സിൽ സാറ്റിൻ ക്ലോത്തിൽ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആളാണ് ഇവര്. ഓക്കെ ടു വെയർ ദ നെക്സ്റ്റ് ബോളിന് ഇങ്ങനത്തെ സാധനം സെറ്റ് ആയി കൊടുക്കുന്ന ആളാണ്. ഇൻ എ ബെഡ് ഇൻ ദ കോർണർ ഓഫ് ദ റൂം ഹെർ ലിറ്റിൽ ബോയ് ഇസ് ലൈങ് ഇൽ. അത് മാത്രമല്ല പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ആ റൂമിന്റെ മൂലക്കുള്ള ഒരു ബെഡിൽ ഒരു ചെക്കൻ, പാവം പഠിച്ച ഒരു ചെക്കൻ, അവളുടെ മകന് എന്തായി കിടക്കാണ്, അസുഖമായി കിടക്കാണ്. ഹി ഹാസ് എ ഫീവർ. അവൻ എന്തോ പനിയുണ്ട്. ആൻഡ് ഈസ് ആസ്കിങ് ഹിസ് മദർ ടു ഗിവ് സം ഓറഞ്ച്. അമ്മേ കുറച്ച് ഓറഞ്ച് തരൂ എന്ന് അവൻ ഇങ്ങനെ ആകെ പറയുന്നുണ്ട്. ഹിസ് മദർ ഹാസ് നത്തിങ് ടു ഗിവ് ബട്ട് റിവർ വാട്ടർ. പുഴവെള്ളം മാത്രമേ ഉള്ളൂ, ആണെങ്കിൽ കുറച്ച് പുഴവെള്ളം തരാന്ന് പറഞ്ഞു, വേറെ ഒന്നുമില്ല. അവസ്ഥയാണ് ഗൈസ്. സോ ഹി ക്രിസ് ക്രൈങ്, swallow little swallow, will you not bring her the ruby out of my sword hilt. നമ്മുടെ ഹാപ്പി പ്രിൻസ് പറഞ്ഞെന്താ, മോനെ swallow little swallow, എന്റെ വാളിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു റൂബി ഉണ്ട്, അതെടുത്ത് അവർക്ക് കൊണ്ടു കൊടുക്കൂ എന്ന് പറഞ്ഞു. My feet are fastened to the pedestal and can remove. ഞാൻ ഈ ഒരു പെഡസ്റ്റലിന്, ഈ ഒരു കോളനോട് കൂട്ടിക്കെട്ടപ്പെട്ടവനാണ്, അതിനോട് എന്താണ് സെറ്റാക്കിയപ്പെട്ടവനാണ്. എനിക്കിത് നീങ്ങാൻ കഴിയില്ല, ഞാനൊരു സ്റ്റാറ്റ്യൂ ആയി പോയില്ല, എന്താ ചെയ്യാ, എന്റെ മുന്നും മോനെ സാലോ അങ്ങ് കൊണ്ടു കൊടുക്കുമെന്ന് ചോദിച്ചു. I am waiting for in Egypt, സാറ് പറയാണ്, ഇന്നെ കുറെ ആൾക്കാർ ഈജിപ്തിൽ കാത്തിക്കുന്നുണ്ട്. My friends are flying up and down the Nile and talking to the large lotus flowers. Soon they will go to sleep. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒരു വലിയ ലോട്ടസ് ഫ്ലവറിനെ പറ്റിയൊക്കെ താമരനെയൊക്കെ പറ്റി സംസാരിച്ചോണ്ട് അങ്ങനെ ദൂരെ നൈൽ നദിയൊക്കെ താണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ എന്നെ കാത്തിക്കാം, ഞാൻ അവിടേക്ക് പോകണം. The prince asked the swallow to stay with him for one night and he be his messenger. ഒരൊറ്റ ദിവസം, ഇന്ന് രാത്രിയോട് ഇവിടെ നിൽക്കും, ഇന്ന് പോവല്ലേ. ഓക്കെ എന്നിട്ട് എന്റെ മെസ്സഞ്ചർ ആവുക. The boy is so thirsty. ആ ചെക്കന് പാവം വിശന്നിരിക്കുന്നുണ്ട്, അവന് ഭയങ്കര ദാഹമുണ്ട്. And the mother so sad. മദർ ആണെങ്കിൽ ഭയങ്കര സാഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. I don't think I like boys. എനിക്ക് അല്ലേലും ഇല്ല, ബോയ്സിന് ഇഷ്ടമല്ല. അതെന്തുകൊണ്ടായിരിക്കും മക്കളെ, നിങ്ങൾ പറയും, എന്തുകൊണ്ടായിരിക്കും ഈ പക്ഷികൾക്ക്, സ്വാലോ വേണ്ട, പൊതുവെ പക്ഷികൾക്ക് ആൺകുട്ടികളെ ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ടായിരിക്കും? Yes, answered the swallow. I want to go to Egypt. Egypt ഞാൻ കൊണ്ട കൊടുക്കില്ല എന്ന് പറഞ്ഞു. But the happy prince looked so sad that the little swallow was sorry. It's very cold here. Happy prince looked sad. Swallow എന്താക്കി, swallowക്ക് സമ്മതിക്കാൻ പറ്റില്ല. പക്ഷേ it's very cold here, he said. But he agreed to stay with him for one night and be his messenger. പക്ഷെ അവസാനം സമ്മതിച്ചിട്ടോ, നമ്മുടെ swallow സമ്മതിച്ചു, ഒരു ദിവസം കൂടി വേണമെങ്കിൽ ഇവിടെ നിൽക്കാം ഒരു മെസ്സഞ്ചർ ആയിട്ട്. താങ്ക് യു ലിറ്റിൽ swallow. പ്രിൻസ് പറയാണ് താങ്ക് യു എന്നങ്ങോട്ട് പറഞ്ഞു. ചെക്കൻ ഏതായാലും അവസാനം സമ്മതിച്ചല്ലോ. ഇവനാണെങ്കിൽ വിഷമായിട്ട് നിൽക്കണം. രാജാവ് നല്ലൊരു രാജാവട്ടോ നമ്മുടെ ഹാപ്പി പ്രിൻസ്. കാരണം എന്ന് വെച്ചാൽ ഈ സാധനം കൊണ്ട കൊടുക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവും. അതിന്റെ സ്വന്തം ലുക്ക് മൊത്തം പോയി ഈ സ്വാഡിന്റെ ഉള്ളിലുള്ള ഈ ഒരു റൂബി കൊണ്ട് കൊടുത്താൽ എന്തായാലും ആ ഒരു ഈജിപ്തിലെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വാലോവും കിടക്കാച്ചിയാണ്. ഏതായാലും നമുക്ക് നോക്കാം എന്താണ്. The swallow picked out the great ruby from the prince's sword. രാജാവിന്റെ ആ ഒരു സ്വോർഡിൽ നിന്ന് ആ റൂബി എടുത്തു. എന്നിട്ട് and flew away with it in its beak over the roof of its town. ആ ടൗണിന്റെ മുകളിലൂടെ ഈ ഒരു റൂബിയും കൊക്കിൽ ഇങ്ങനെ കൊത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറന്ന് പോയി. Yes. Probably because
was a boisterous turn at them. എന്റെ മനസ്സിൽ തോന്നിയൊരു സാധനം തന്നെയാണ്. മിക്കവാറും ബോയ്സ് ഒക്കെ എന്താണ് മക്കൾക്കുള്ള പരിപാടിയാണ്. കല്ലെടുത്തിന് ഒരേറെ കൂടി കൊടുക്കും. യെസ്, സം ബോയ്സ് സോ ക്രൂവൽ ആയിരിക്കും അല്ലേ? കല്ലെറിയുന്നത് കൊണ്ടാണോ? അതൊക്കെ തന്നെ ഏകദേശം. അല്ലെങ്കിൽ കാക്കകളെ കണ്ടാൽ അല്ലെങ്കിൽ പല പക്ഷികളെയും കണ്ടാൽ ഓടിക്കുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റീരിയസ് ആയിരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് ഇല്ലേടാ ബോയ്സ്? Okay, he passed by the cathedral tower. ഈ cathedral tower ഒക്കെ പാസ് ചെയ്ത് പോയി. Where the white marble angels were sculptured. ആ മാർബിൾ മേലൊക്കെ എന്തുണ്ട്? വൈറ്റ് ഏഞ്ചൽസിന്റെ ഫോട്ടോ ഇങ്ങനെ സ്കൾപ്ചർ കുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. He passed by the palace and heard the sound of dancing sound ഒക്കെ കേട്ടിട്ടുണ്ട്. പാലസ് ഒക്കെ കടന്നുപോയി. Beautiful girl came out of the balcony with her lover. ഒരു ബ്യൂട്ടിഫുൾ സുന്ദരിയായ ഒരു സ്ത്രീ ഹസ്ബൻഡിന്റെ കൂടെ അല്ലെങ്കിൽ ലവറുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടു. അതിവിടെ പ്രസക്തിയില്ല. I hope my dress will be ready in time for the state ball. സ്റ്റേറ്റ് ബോളിനുള്ള ഡ്രസ്സൊക്കെ റെഡി ആയോ എന്ന് ചോദിച്ചു. She said, I have ordered flowers to be embroidered on it, but the seamstress are so lazy. ഞാനേ എംബ്രോയിഡറിനുള്ള ഫ്ലവറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റേ ഇവള് പറയാട്ടോ, അവിടെയുള്ള മെയ്ഡ് പറയണം, അയാൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവള് ഭയങ്കര മടിയച്ചിയാണ് എന്ന് കേട്ടിട്ടുണ്ട്. സീംസ്ട്രസ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പാവപ്പെട്ട കുട്ടിയുള്ള അമ്മയല്ലേ, കുട്ടിയുടെ വീട്ടിലെ അമ്മ, ഈ ഒരു സീംസ്ട്രസ് തുന്നൽക്കാരി, നമ്മൾ ഭയങ്കര മടിയാണ്. അവർക്ക് കാര്യം പറഞ്ഞാൽ കേൾക്കുക. He passed over the river and saw the lanterns hanging on the masts of the ship. കപ്പലിന്റെ മുകളിൽ, മാസ്റ്റ് എന്ന് പറഞ്ഞാല് കപ്പലിന്റെ മുകളിൽ ഇങ്ങനെ ഒരു കൊമ്പുണ്ടാവില്ലേ മുകളിൽ, ആ കൊമ്പിന്റെ മുകളിൽ എന്താക്കി വിളക്കൊക്കെ തൂക്കിയിട്ടതൊക്കെ കണ്ടു. അതൊക്കെ പാസ് ചെയ്തു. At last he came to the poor woman's house and looked at it. അവസാനം ഈ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ വീട്ടിലെത്തി. അങ്ങനെ അതിലേക്ക് നോക്കി. The boy was tossing feverishly on his bed. അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്ക് വരുമല്ലോടോ. പനി വന്നാൽ അജാതി പനി പറഞ്ഞാല് കൊറോണക്കാണ് വലിയ പനി ആയിക്കോട്ടെ, നല്ല പനിയാണ് ചെക്കന്. അതുകൊണ്ട് എന്താ കഴിയില്ല, അടന്ന് ഉറങ്ങിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കുകയാണ്. Okay and the mother had fallen asleep. അമ്മയാണെങ്കിൽ ക്ഷീണിച്ച് ഉറങ്ങിപ്പോയിട്ടുണ്ട്. She was so tired, ഭയങ്കര ക്ഷീണം. And he whooped and laid the great ruby on the table beside the woman's thumble. ഇതിനാണ് തമ്പിൾ എന്ന് പറയാം. സൂചി കൈമേൽ കുത്താതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം ഇടും. അതിന്റെ അടുത്ത് ഈ ഒരു റൂബിയും കൂടെ വെച്ചു. Then he flew gently around the bed, fanning the boy's forehead with his wing. ചിറകൊണ്ട് ഇങ്ങനെ വീശിയിട്ട് അങ്ങ് പോയി. ഈ ചെക്കനല്ലേ, ആ ചെക്കന്റെ സൈഡിൽ കൂടി ഇങ്ങനെ വീശിയിട്ട് ഈ ഷറവേൽ ഇങ്ങനെ വീശിയിട്ട് അങ്ങ് പോയി. അവനൊരു ഫാനും കൊടുത്തു, അവനൊരു എയറൊക്കെ കൊടുത്തിട്ട്. How cool I feels. ബോയ് പറയണം, എന്തൊരു തണുപ്പ്, AC ഒക്കെ ഇട്ട മാതിരി, അല്ലെങ്കിൽ മണാലിയിലൊക്കെ പോയ മാതിരി. I must be getting better. And she sank into delicious slumber. അവന് പെട്ടെന്ന് തന്നെ അസുഖം മാറാനുള്ളത് പോലെയൊക്കെ തോന്നി. അവസാനം എന്തായി? യെസ്, അവന് പെട്ടെന്ന് പെട്ടെന്ന് നല്ലൊരു ഉറക്കിലേക്ക് വന്നു. ഇതുവരെ ഉറങ്ങാതെ തിരിഞ്ഞു കളിക്കുകയായിരുന്നു, ഉറങ്ങിയിട്ടൊന്നുമില്ല. ഓക്കെ, അങ്ങനെ അവന് സെറ്റായി, അവന് ഉറക്ക് കിട്ടി. യെസ്. Then the swallow flew back to Happy Prince and told him what he had done. It is curious, he remarked. Okay, അവൻ ഹാപ്പി പ്രിൻസിന്റെ അടുത്ത് വന്നിട്ട്, ഹാപ്പി പ്രിൻസ് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു. But I feel quite warm now, although it's so cold. ഇവിടെ നല്ല തണുപ്പാണെങ്കിലും, ചിലപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും തണുപ്പാണെങ്കിലും സ്വാല പറയണേ, എനിക്കിപ്പോൾ വല്ലാത്തൊരു സമാധാനം. നിങ്ങൾക്ക് അങ്ങനത്തെ സമാധാനം കിട്ടാറുണ്ടോ? എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ സമാധാനം കിട്ടാറുണ്ടോ? പാവപ്പെട്ട ആരെങ്കിലും സഹായിക്കുന്ന സമയത്ത്, ഒരു പെൻസിലില്ലാത്ത വിദ്യാർത്ഥിനിക്ക് അതല്ല, ഓക്കെ, ഒരു പെൻസിൽ നിങ്ങൾ കടം കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവനോട് വെച്ചോ നീ എടുത്തോ എന്ന് പറയുന്ന സമയത്ത്, ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു മനസ്സിന് ഒരു ചൂട്, ഒരു വാംനെസ് കിട്ടാറുണ്ടോ? എന്തോടെ? ഓക്കെ, ഏതായാലും ഈ സ്വാലോ ഒക്കെ കിട്ടിയെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ബിക്കോസ് യു ഹാവ് ഡൺ എ ഗുഡ് ആക്ഷൻ. അതുകൊണ്ടാണ് നീ ഒരു നല്ല കാര്യം ചെയ്തു. said the prince പറയാണ്. And the little swallow began to think and then fell asleep, thinking always made him sleepy. ഏതായാലും അങ്ങനെ സ്വാലോ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നു. ചിന്തിക്കുമ്പോൾ കുറക്ക് വരും നമ്മൾ. സ്വാലോ പെട്ടെന്ന് ഉറങ്ങി ചെക്കൻ. എന്നിട്ട് when the day broke he flew down to the river and had a bath. പകലായപ്പോൾ അവൻ എന്താക്കി, അവര് കുളത്തിലൊക്കെ പോയി കുളിച്ചു. കുളത്തിലല്ല പോയത്. സ്വാല പറയണം, tonight I go to Egypt. സ്വാല പറയണം, ഞാൻ ഇന്ന് പോവാട്ടോ. And he was in a high spirit at the prospect. അവന് എല്ലാ പോസിബിലിറ്റിയും സെറ്റ് ആയി നിൽക്കണം. നേരത്തെ ആ ഒരു സിറ്റുവേഷൻ കേട്ടോ, മിസ്ട്രസിന്റെ ഉറങ്ങുന്ന സമയത്ത് അതിന്റെ അടുത്ത് വെച്ചു റൂബി പോയി സെറ്റായി. ഓക്കെ, he visited all the monument and sat a long time on the top of the church steeple. ചർച്ചിന്റെ സ്റ്റീപ്പിളില്, ഇവിടെ ഇതിനാണ് സ്റ്റീപ്പിൾ എന്ന് പറയാം, ആ ടവറിന്റെ മുകളിലൊക്കെ കുറെ നേരം ഇരുന്നു റെസ്റ്റ് എടുക്കാണ്, കുറച്ച് ടൈം ആയിട്ട് പോകാന്നുള്ള അവരുടെ. When the moon rose he flew back to the Happy Prince. അങ്ങനെ ഫുള്ള് ആ ഡേ പകല് മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കാണ്. അവസാനം അവൻ എന്താക്കി, തിരിച്ച്
തിരിച്ചെന്താക്കി ആ ഒരു ഇതിന്റെ മോള് ഹാപ്പി പ്രിൻസിന്റെ അടുത്ത് വന്നിട്ട് യാത്ര ചോദിക്കുക. വൈകുന്നേര സമയത്ത് രാത്രിയാണ് ഇവര് ട്രാവൽ ചെയ്യാൻ തോന്നുന്നുണ്ട് അല്ലേ, അങ്ങനെ ഉണ്ട് അല്ലേ. പക്ഷികളൊക്കെ രാത്രിയാണോ, ദേശാടന പക്ഷികളൊക്കെ യാത്ര ചെയ്യുന്നത് രാത്രിയാണോ, ഇത് ഹാഫിനി ആയിരിക്കും. ഓക്കെ ഏതായാലും രാത്രിയാവുന്ന സമയത്ത് യാത്ര പറയാൻ പോവാണ്. ഹാവ് യു എനി കമ്മീഷൻ ഫോർ ഈജിപ്റ്റ്? നമുക്കറിയാണ് ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിങ്. ഞാൻ എന്താ കമ്മീഷൻ ഈജിപ്തിലേക്ക് എന്തെങ്കിലും കമ്മീഷൻ ഉണ്ടോ പറഞ്ഞേക്കാൻ ദിവസം പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഏതായാലും പോകാൻ സ്വാലോ അപ്പോഴാണ് നമ്മുടെ പ്രിൻസ് പറയുന്നത്, സ്റ്റാറ്റ്യൂ പറയുന്നത്, സ്വാലോ ലിറ്റിൽ സാലോ വിൽ യു സ്റ്റേ വിത്ത് മീ 1 night longer? നീ ഒരിക്കൽ കൂടി എന്റെ കൂടെ രാത്രി നിൽക്കുമോ എന്ന് ചോദിച്ചു. ഐ ആം വെയിറ്റ് ഫോർ ഈജിപ്റ്റ് ആൻസർ. നേരത്തെ അതേ മറുപടി, ഞാൻ എന്നെ ആൾക്കാരുടെ കാത്തിക്കാൻ മനുഷ്യ. ഓക്കെ, ഫാർ അവേ അക്രോസ് ദ സിറ്റി ഐ സി എ യങ് മാൻ ഇൻ എ ഗാരറ്റ്. ഒരു ഗ്യാരറ്റ്, അതായത് ഒരു ചെറിയ റൂമിൽ, ഓക്കെ, ഒരു ബിൽഡിങ്ങിന്റെ ഏതോ ഒരു മൂലക്ക് ഒരു ചെറിയ റൂമിൽ ഒരു ചെക്കനുണ്ട്. അടുത്ത ആള്, ഹീസ് ലീനിങ് ഓവർ എ ഡെസ്ക് കവേർഡ് വിത്ത് പേപ്പേഴ്സ്. പേപ്പറും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടേബിളിൽ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഹിസ് ഗ്ലാസ് ബൈ ഹിസ് സൈഡ് ദർ ഇസ് എ ബഞ്ച് ഓഫ് വിതേർഡ് വയലറ്റ്സ്. അവിടെ കുറെ വയലറ്റ് പുഷ്പങ്ങളൊക്കെ വിതറി കിടക്കുന്നുണ്ട്, വയലറ്റ് പുഷ്പങ്ങളൊക്കെ. എന്നിട്ടോ ഹിസ് ഹെയർ ഇസ് ബ്രൗൺ ആൻഡ് ക്രിസ്പ്. അവന്റെ മുടി എന്താണ്, ഇതുപോലെ ക്രിസ്പ് ആൻഡ് ബ്രൗൺ കളറാണ്, ബ്രൗൺ കളർ. And his lips are red as a pomegranate. Pomegranate കണ്ടില്ലേ, ഉറുമാമ്പഴം അല്ലേ, ഉറുമാമ്പഴം എന്നല്ല നിങ്ങൾ പറയാ, അനാറ് എന്ന് പറയാറുണ്ട്. ഓക്കെ അത് അവര് എന്താക്കിയാണ്, അവരിങ്ങനെ ചുണ്ടൊക്കെ ചോത്ത് കിടക്കാറ്. ഹി ഹാസ് എ ലാർജ് ആൻഡ് ഡ്രീമി ഐസ്. അവര് വലിയ ഫഹദ് ഫാസിലിനെ പോലെ വലിയ കണ്ണുകളാണ്. എൻ്റെ ഇത് വലിയ കണ്ണുകളാണോ ഗൈസ്, എൻ്റെ ചെറിയ കണ്ണുകളല്ലേ. ആൻഡ് ഹി ഈസ് ട്രൈങ് ടു ഫിനിഷ് എ പ്ലേ ഫോർ ദ ഡയറക്ടർ ഓഫ് ദ തിയേറ്റർ. ഏതോ ഒരു തിയേറ്ററിന്റെ ഡയറക്ടർക്ക് വേണ്ടിയിട്ട് ആ നാടകം എഴുതി ഫുള്ളാക്കിക്കൊണ്ടിരിക്കുക. ബട്ട് ഹി ഈസ് ടു കോൾ ടു റൈറ്റ് എനിമോർ. പക്ഷെ അവന് തണുത്ത് വിറച്ച് നിൽക്കുകയാണ് അല്ലേ, മണാലിയിലൊക്കെ പോയ മാതിരി, അല്ലെങ്കിൽ ഇവിടെ പോയ മാതിരി, എവിടെയാണോ ഊട്ടി, അല്ലെങ്കിൽ ക്ലോസ് ആവുന്നില്ലല്ലോ, തണുപ്പ് കാണിച്ചു തരാൻ അല്ലെ, എവിടെയാണോ കാശ്മീറൊക്കെ പോയ മാതിരി ഇങ്ങനെ തണുത്ത് വിറച്ച് നിൽക്കുകയാണ് ചെക്കൻ. എന്നിട്ടോ അതുകൊണ്ട് തന്നെ എഴുതാൻ കഴിയുന്നില്ല. ദർ ഇസ് നോ ഫയർ ഇൻ ദ ഗാരറ്റ്. ഗാരറ്റ് പറഞ്ഞാൽ ഈ സാധനത്തിലാണ്, അത് ചിമ്മിക്കൂടൊക്കെ പോലെ ഉണ്ടാവും, ചൂട് കൊള്ളുന്ന ഒരു സാധനം. ഫയർ, തീച്ചുളൊക്കെ വേറെന്തൊരു സാധനം പേര് പറയലുണ്ടായിരുന്നു. ഏതായാലും ഇവിടെ വെച്ച് കത്തിക്കാൻ വേണ്ടിയിട്ട് എന്തില്ല, വിറകില്ല ഗൈസ്. ആൻഡ് ഹങ്ങർ ഹാസ് മേഡ് ഹിം ഫെയിൻ. അവനാണെങ്കിൽ വിശക്കുന്നുണ്ട്, വിശന്നിട്ട് അവന് തളർന്നു പോയിട്ടുണ്ട്. എന്നിട്ടോ ഐ വിൽ വെയിറ്റ് വിത്ത് യു 1 night longer said the swallow പറയണ who's really had a good heart. നല്ല ഹൃദയമുള്ള നമ്മുടെ സ്വാലോ പറയാണ്, യെസ് ഞാൻ നിന്നെ സഹായിക്കാം, ഒരു ദിവസം ഇവിടെ വെക്കാം. He asked if she should take any other ruby to young playwright. മറ്റേ റൂബി എടുക്കണോന്ന് ചോദിക്കുകയാണ് പ്ലേറൈറ്റിനോട് ചോദിക്കുകയാണ്. പ്ലേറൈറ്റിന് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. യെസ്. alas if no ruby now said the prince. എനിക്കിപ്പോ റൂബി ഇല്ലല്ലോ, മൈ ഐസ് ആർ I have left. എനിക്ക് ആകെ എന്റെ കണ്ണിലൊരു എന്തുണ്ട്, സഫയർ ഉണ്ട്. They are made of rare sapphire which were brought out of India 1000 years ago. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ഒരു സഫയർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് കട്ട് കൊണ്ടുപോയി ഗൈസ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അല്ലേ. ആലോചിക്കുക, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയതല്ലേ. നമ്മുടെ നാട്ടിലുള്ള പല 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 ഡയമണ്ട്സുകളും അവര് ബ്രിട്ടീഷുകാരെ കട്ടുകൊണ്ടുപോയതാ. ഏതായാലും സംഭവം എന്താവട്ടെ, വർഷങ്ങൾക്ക് മുമ്പ് അവർ കൊണ്ടുപോയതാണ്. ഏതായാലും കണ്ണിലുള്ള ഈ ഒരു സഫയർ എടുക്കാൻ പറഞ്ഞു. He ordered the sailor to pluck out one of them and take it to the playwright. ആ ഒരു നാടകം എഴുത്തുകാരനെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. He'll sell it to the jeweler and buy firewood and finish his play. കുറച്ച് വിറക് വാങ്ങിയിട്ട് അവന് നാടകം കംപ്ലീറ്റ്. വിറക് വാങ്ങിയിട്ട് നാടകം കംപ്ലീറ്റ് ചെയ്യും. അത് കൺഫ്യൂഷൻ ആവണ്ട. വിറക് വാങ്ങി കത്തിച്ചിട്ട് ചൂട് കിട്ടിയിട്ടും സമാധാനപ്പെട്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നാടകം എഴുതിയിട്ട് അങ്ങനെ കൊടുത്ത് സെറ്റാവും. Dear prince, said the swallow, I cannot do that. And I began to weep. He began to weep. അവൻ കരയാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ചെയ്യൂല, നമ്മുടെ രാജാവിന്റെ കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കുക. No way. Swallow, little swallow, prince, do as I command. ഞാൻ നിന്നോട് പറഞ്ഞത് ചെയ്യട. കമാൻഡ്. ഈ രാജാവാൻ തുടങ്ങി. രാജാവ് വേറെ ലെവലാൻ തുടങ്ങി. രാജാവേ. എന്നിട്ടോ so the swallow plucked out the princess and flew away to the young man's garret. ആ ചെക്കന്റെ ഗാരറ്റിലേക്ക്, അവിടെ തീച്ചൂളയിലേക്ക് അങ്ങനെ ഈ ഒരു സഫയറുമായിട്ട് പോയി. ഇറ്റ് വാസ് ഈസി ഇനഫ് ടു ഗെറ്റ് ഇൻ. അതിലേക്ക് അകത്തേക്ക് കടക്കാൻ ഭയങ്കര ഈസി ആയിരുന്നു. എങ്ങനെ? As there was a hole in the roof. മുകളിലൊരു എന്തുണ്ടായിരുന്നു, ഒരു ഹോൾ ഉണ്ടായിരുന്നു റൂഫിൽ കേട്ടോ. Through this he darted. അതിലൂടെ എങ്ങനെ എന്താക്കി, ഇങ്ങനെ സ്പീഡിൽ അങ്ങനെ പോയി. ഓക്കെ and came into the റൂമിലേക്ക് വന്നു. The young man had his head buried in sand. കൈയൊന്നായിട്ട് ഇങ്ങനെ കൊച്ചു ചീരി നിൽക്കായിരുന്നു നമ്മുടെ യങ് മാൻ. സോ ഹി ഡിഡ് നോട്ട് ഹിയർ ദ ഫ്ലട്ടർ ഓഫ് ദ ബേർഡ്സ് വിങ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബേർഡിന്റെ ഫ്ലട്ടർ സൗണ്ട് ഇല്ലേ, ഫ്ലാപ്പിംഗ് സൗണ്ട്, ഫ്ലട്ടർ സൗണ്ട്, ഇങ്ങനെ
ബേറിങ്ങിന്റെ ചിറകടി ശബ്ദം അത് കേട്ടില്ല. ആൻഡ് when he looked up he found a beautiful sapphire lying on a withered violet. ആ വിതറിയിട്ട വയലറ്റ് പുഷ്പങ്ങൾക്കിടയിൽ ഒരു സഫയർ കണ്ടു. സഫയറും നീലയാണ്, ഇതും വയലറ്റും നീലയാണ്, ഏകദേശം ഒരു വയലറ്റ് കളറാണ് സഫയറും. അപ്പൊ കൺഫ്യൂഷൻ ആവില്ല, ഏതായാലും ചെക്കൻ കണ്ടു. ഓക്കെ, ഐ ആം ബിഗിനിങ് ടു ബി അപ്രീഷിയേറ്റഡ്. അവൻ കരയാൻ തുടങ്ങി. ഞാനിത് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ പോവാണ്. എനിക്ക് കുറച്ച് ഫെയർവുഡ് കിട്ടും, ഫുഡ് കിട്ടും, സെറ്റ് ആവും. ദിസ് ഈസ് ഫ്രം സം ഗ്രേറ്റ് അഡ്മയറർ. ഇതേതോ ഒരു വലിയ സപ്പോർട്ടർ അടുത്തുനിന്ന് കിട്ടിയാണ്. കാര്യമായിട്ട് ആരോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നൗ ഐ ക്യാൻ ഫിനിഷ് മൈ പ്ലേ. ഇനി എന്റെ നാടകം ഞാൻ ഫിനിഷ് ചെയ്യും. ആൻഡ് ഹി ലുക്ക്ഡ് ക്വൈറ്റ് ഹാപ്പി. അവന് ഭയങ്കര സന്തോഷവാനായി. The next day the swallow flew down to the harbor. ഹാർബറിലേക്ക് ഇങ്ങനെ പറന്നു പോയി. He sat on the mast of the large vessel and watched the sailors working. ഏതൊരു കപ്പലിന്റെ മുകളിൽ നിന്ന് ആ ഒരു മാസ്റ്റ് മുകളിൽ ആ ഒരു സാധനല്ലേ, അതിന്റെ മുകളിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏതൊരു സെയിലർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. I am going to Egypt, he cried to swallow, but nobody minded. അവൻ ഉറക്കെ കരഞ്ഞു പറഞ്ഞു. സ്വാലോ പറയുന്നത്, ഞാൻ ഇന്ന് എവിടെ പോവും, ഈജിപ്തിൽ പോകുന്നു പറഞ്ഞു. പക്ഷെ ആരും കേട്ടില്ല. And when the moon rose, he flew back to the happy prince. അവസാനം ഇവൻ ഈ ഹാപ്പി പ്രിൻസിന്റെ അടുത്ത് വന്നിട്ടല്ലേ ഓരോ ഡ്യൂട്ടി ഏൽപ്പിക്കുന്നത്. ഏതായാലും തിരിച്ച് ഹാപ്പി പ്രിൻസിന് യാത്ര പറയാൻ വന്നായിരിക്കും. അങ്ങനെ വന്നു. ഐ ഹാവ് കം ടു ബിഡ് യു ബൈ. ഞാൻ ഗുഡ് ബൈ പറയാൻ വന്നതാണ് കേട്ടോ. ഈ ക്രൈഡ് കരഞ്ഞു മീൻസ് ഉറക്കി അലറി. സ്വാലോ ഇവന്മാര് തുടങ്ങിയില്ലേ, അച്ചക്കൻ പിന്നെയും തുടങ്ങി. സാലോ ലിറ്റിൽ സാലോ, വിൽ യു നോട്ട് സ്റ്റേ വിത്ത് മീ വൺ നൈറ്റ് ലോങ്ങർ? ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കുമെന്ന് ചോദിച്ചു. ഇറ്റ്സ് വിന്റർ. It's winter. Okay, it's winter, answered the swallow, and the snow will soon be here. ഇത് വിന്റർ സീസൺ ആയി മക്കളെ, മച്ചാനെ. ഇതിന് ഇവിടെ നിന്ന സീനാണ്. ഓക്കെ, പെട്ടെന്ന് മഞ്ഞ് വരൽ തുടങ്ങും. ഈജിപ്ത് സൺ ഈസ് വാം ഓൺ ഗ്രീൻ പാം ട്രീസ്. ഗ്രീൻ പാം ട്രീസിലൊക്കെ, അതായത് ഈത്തപ്പന തോട്ടങ്ങളിലൊക്കെ പനത്തിലൊക്കെ എന്താണ്, ഭയങ്കര ചൂടാണ്, ചൂട് സെറ്റാണ്. ആൻഡ് ദ crocodile lies in the mud and look lazily about them. ഈ ഒരു മുതലകളൊക്കെ എന്താക്കുന്നുണ്ട്, ചീങ്കണ്ണി മുതല. ഓക്കെ, അതൊക്കെ എന്താക്കുന്നുണ്ട്, ആ ഒരു മണ്ണിലൊക്കെ കിടന്ന് ഉരുളുന്ന സമയമാണ്. അതായത് ഒരു ചൂട് സമയമാണ് അവിടെ. ഇവിടെ തണുപ്പാണ്, എനിക്കിവിടെ സർവൈവ് ചെയ്യാൻ കഴിയില്ല, എനിക്കിവിടെ സീനാണ്, എൻ്റെ നാട് അവിടെയാണ്, അല്ലെങ്കിൽ ഞാൻ പോകേണ്ട സ്ഥലം അവിടെയാണ്, വെതർ അനുസരിച്ച് ഞാൻ മാറിക്കൊണ്ടിരിക്കും, അവിടേക്ക് പോകാന്ന് പറഞ്ഞു. ഇൻ ദ സ്ക്വയർ ബിലോ സിറ്റ് ദ ഹാപ്പി പ്രിൻസ്. സ്ക്വയറിന്റെ താഴെ, ആ ചത്വരത്തിന്റെ താഴെ അങ്ങ് അടുത്ത് തന്നെ. ഓക്കെ, there stand a little match girl. ഒരു മാച്ച് ഗേൾ ഉണ്ട്. മാച്ച് ബോക്സ് കണ്ടില്ലേ, തീപ്പെട്ടി. ഷീ ഹാസ് ലെറ്റ് ഹെർ മാച്ചസ് ഫെൽ ഇൻ ദ ഗട്ടർ. അവളുടെ കംപ്ലീറ്റ് തീപ്പെട്ടിയിലുള്ള കൊള്ളികളും എവിടെ വീണുപോയി, ഗട്ടറിൽ വീണുപോയി. ആൻഡ് ദേ ഓൾ സ്പോൾ, എല്ലാം നശിച്ചു പോയി. ഹർ ഫാദർ വിൽ ബീറ്റ് ഹെർ ഇഫ് ഷീ ഡസ് നോട്ട് ബ്രിങ് ഹോം സം മണി. വീട്ടിലേക്ക് പണം. അച്ഛൻ ഇവളോട് ബാലവേല മകളെ എന്താക്കി, തീപ്പെട്ടി വിൽക്കാൻ വേണ്ടി പറഞ്ഞേച്ചാ. പക്ഷെ തീപ്പെട്ടിയൊക്കെ ഗട്ടറിൽ വീണിട്ട് നാശമായി പോയി. തിരിച്ച് പണം കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അച്ഛൻ ചീത്ത പറയും. ആൻഡ് ഷീസ് ക്രൈങ്. ഷീ ഹാസ് നോ ഷൂസ് ഓർ സ്റ്റോക്കിംഗ്. അവൾക്ക് ഷൂ ഇല്ല, അതുപോലെ തന്നെ അത് കവർ ചെയ്യാനുള്ള ഷോക്സ് കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് ഹർ ലിറ്റിൽ ഹെഡ് ഈസ് ബെയർ. തല മുഴുവൻ എന്താണ്, ബെയറാണ്, തുറന്നിട്ടതാണ്. പ്ലഗ് ഔട്ട് ഓഫ് മൈ അതർ ഐ ആൻഡ് ഗിവ് ഇറ്റ് ടു ദ ഹർ. എന്റെ മറ്റേ കണ്ണും എടുത്തിട്ട് അവൾക്ക് കൊണ്ട് കൊടുക്കൂ എന്ന് പറയാനുള്ള നമ്മുടെ ഹാപ്പി പ്രിൻസിന്റെ മനസ്സ്. Wow. And her father will not beat her. എന്നാൽ അവളുടെ അച്ഛൻ അവരെ എന്താക്കില്ല, ബീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, എന്നിട്ട് എന്താ വെച്ചത്, I'll stay with you one night longer. സാല പെട്ടെന്ന് തന്നെ സമ്മതിക്കും. എടാ ഒരു ദിവസം ഇവിടെ കയറി, ആയിക്കോട്ടെ ഞാൻ പോവാന്ന് പറയും. പക്ഷെ ഒരു ദിവസം ഇവിടെ കയറിയുമ്പോ ആയിക്കോട്ടെ ഇവിടെ വെക്കാന്ന് പറയും. എന്തായാലും സാല ഒരു ദിവസം ഇവിടെ വെക്കാന്ന് പറഞ്ഞു. I cannot pluck out your eyes. പക്ഷേ നിന്റെ കണ്ണ് എനിക്ക് പ്ലക്ക് ചെയ്യാൻ കഴിയില്ല, കാരണം you would be quite blind then. നിനക്ക് പിന്നെ കണ്ണ് കാണൂലടാ മണ്ട എന്ന് പറഞ്ഞു കൊടുത്തു. സ്വാലോ ഡു ആസ് ഐ കമാൻഡ്. ഞാൻ നിന്നോട് പറഞ്ഞ ഞാൻ കൂടെ കേട്ടാ മതി, ഞാൻ വല്ല കണ്ണായിട്ട് വെച്ചോളാം. ഓക്കെ ഏതായാലും പറഞ്ഞിട്ട് അങ്ങനെ കമാൻഡ് ചെയ്ത പോലെ പറഞ്ഞു. സോ ഹി പ്ലഗ്ഡ് ഔട്ട് ദ പ്രിൻസസ്. അത് മറ്റേ കണ്ണും ഊരിയെടുത്തു. ആൻഡ് darted down with it. അത് പോയിട്ട് എന്താക്കി, പറന്നിറങ്ങി. ഈ സ്വൂപ്ഡ് പാസ് മാച്ചുകളുടെ അടുത്തേക്ക് മുന്നിലേക്ക് എന്താക്കി, അങ്ങനെ സ്പീഡിൽ എന്താക്കി പറന്ന് ആകാശത്തോടെ ഇറങ്ങി. ആൻഡ് സ്ലിപ്പ് ദ ജുവൽസ് ഇൻ ദ പാം ഓഫ് ഹാൻഡ്. അവളിങ്ങനെ നിൽക്കുന്ന സമയത്ത് കയ്യിൽ ഇങ്ങനെ അങ്ങോട്ട് വീണു. എന്ത് വീണു, ഈ ജുവൽസ്. ഓക്കെ, ഈ ഒരു സഫയർ. What a lovely bit of glass. എന്ത് രസമുള്ള ഗ്ലാസ് ആണ് വിറ്റുകൾക്കറിയണം. ആൻഡ് ഷി ran home laughing. ചിരിച്ചോണ്ടെന്നാക്കി വീട്ടിലേക്ക് ഓടിപ്പോയി. Then the swallow came back to the prince and പറഞ്ഞു, You are blind now, he said, so I'll stay with you always. ആ മനസ്സ് നോക്കണം മക്കളെ, ആ മനസ്സ്. ഇനി കണ്ണ് പൊട്ടരാ, നിനക്ക് കണ്ണ് കാണാൻ കഴിയില്ല, നിന്റെ കൂടെ ഒരാൾ സഹായത്തിന് വേണം.
ഇനി ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, ഞാൻ എങ്ങും പോകുന്നില്ല, ഈജിപ്തിലൊന്നും പോകുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് മരിച്ചാലും വേണ്ടില്ല, ഞാൻ ഈജിപ്ത് പോകുന്നില്ല, നമ്മളിപ്പോൾ ഭയങ്കര ഫ്രണ്ട്സായി. സാക്രിഫൈസ് ഫോർ എ ഫ്രണ്ട്, വിൽ യു ഡു ദാറ്റ്? നിങ്ങൾ ചെയ്യോടാ. No, little swallow, said the poor prince. You must go away to Egypt. ഇപ്പൊ തിരിച്ചായി. എടാ ഇനി പോടാ, എടാ സ്വാല പോയിക്കോ, ഈജിപ്ത് പോക്ക് ഇവിടെ സീനാണ്, മൊത്തം സീൻ മോനെ, ഇവിടെ ഫുള്ള് തണുപ്പാണ്. ഓക്കെ ഓക്കെ ഓക്കെ. No, I'll stay with you always. ഞാൻ എൻ്റെ കൂടെ വിട്ട് നിൽക്കൂല, എൻ്റെ അടുത്ത് തന്നെ നിൽക്കും സാല പറയണ. And he slept at the princessന്റെ ആ കാൽപാദത്തിൽ ഇങ്ങനെ ഉറങ്ങി. All the next day he sat on the princess ഷോൾഡറിൽ എന്താക്കി പിറ്റേ ദിവസം ഫുൾ അവിടെ തന്നെ നിന്നു. And told him stories of what he had seen in the strange lands. അവിടെ കണ്ട ഓരോ വളരെ വിചിത്രമായ കഥകളും പാവപ്പെട്ട ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തു. Dear little swallow, said the prince, you tell me of marvelous things. നല്ല നല്ല marvelous ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയൂ. But more marvelous than anything is the suffering of men and women. പക്ഷേ ഏറ്റവും മാവലസ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാവൽ എന്ന് പറയുന്നത്, ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളും യാതനകളും അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ പറ്റിയുള്ള കഥകളാണ് എനിക്ക് കേൾക്കേണ്ടത്. There is no mystery so great as misery. മിസറിയേക്കാൾ ദുരിതത്തിനേക്കാൾ അത്ഭുതമായിട്ടുള്ള മറ്റൊന്നുമില്ല. ദുരിതം എന്ന് പറയുന്നത് എന്ത് അത്ഭുതമാണ്, അത് എത്രത്തോളം മിസ്റ്ററിയാണ് അല്ലേ. Fly over my city, little swallow, and tell me what you see there. എന്റെ സിറ്റി മൊത്തം ഒന്ന് പറന്നു വാ. ഒരു ഡ്രോൺ, ഇയാളെന്താ ഡ്രോൺ വാടക എടുത്തതാ? സ്വാലോ, ഓക്കെ, അല്ല സ്വാലോ അല്ല പ്രിൻസ്, സ്വാലോനെ അങ്ങനെ പോയി മൊത്തം പോയി ക്യാപ്ചർ ചെയ്ത് വാ, ഫുൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു എന്ന് പറഞ്ഞ മാതിരി. എന്നിട്ടോ സോ ദ സ്വാലോ flew over the great city. ആ സിറ്റിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പറന്നു പോയി. ഓക്കെ ഓക്കെ, സോ വിൽ യു സിംഗ് എ സോങ് ഇഫ് ലൈക്ക് റീച്ച് 80? ലൈക്ക് 80 എത്തുകയാണെങ്കിൽ ഇത് കിട്ടും. ലൈക്ക് 28 ലൈക്കേ ഉള്ളൂ. ഓക്കെ, 80 ലൈക്ക് കിട്ടിയാൽ ഉറപ്പായിട്ടും ഞാനൊരു പാട്ട് പാടും. പണ്ണി കോക്കി ഉറപ്പായിട്ടും പാടൂടാ. അപ്പൊ എല്ലാരും ഒന്ന് ലൈക്ക് ഇട്ടെ, ഉറപ്പാ ഞാൻ പാടും. 80 ലൈക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാടും. 80 വ്യൂസ് ഉണ്ടായിക്കോട്ടെ. ഓക്കെ, ഏതായാലും and so the rich making merry in their beautiful houses. അങ്ങനെ ഗ്രേറ്റ് സിറ്റി മൊത്തം കാണാൻ പറഞ്ഞു. ആൻഡ് സോ ഓക്കെ, സോ ദ swallow flew over the great സിറ്റി മൊത്തം എന്താക്കി പറന്നു വന്നു. ഓക്കെ, അപ്പം എല്ലായിടത്തും കണ്ടുവന്നു. ആൻഡ് സോ ദ റിച്ച് മേക്കിംഗ് മെറി ഇൻ ദ ബ്യൂട്ടിഫുൾ ഹൗസ്. പണക്കാരായിട്ടുള്ള ആൾക്കാര് അവരുടെ വീട്ടിൽ നിന്ന് സന്തോഷവാന്മാരായിട്ട് നിൽക്കുകയാണ്. ഇവിടെ 40 ലൈക്കായി, ഒരു 40 ലൈക്ക് കൂടി 80 നമുക്ക് സെറ്റ് ആക്കണം. ഓക്കെ, while the beggars were sitting at the gates. പക്ഷേ ബെഗേഴ്സ് ഒക്കെ, ഭിക്ഷക്കാരൊക്കെ എവിടെയാണ്? ഗേറ്റിന്റെ അടുത്ത് ഇങ്ങനെ ഭിക്ഷയാച്ചുകൊണ്ടിരുന്നാണ്. ഈ ഫ്ലൂ ഇൻ ടു ഡാർക്ക് ലേൻസ്, ആ ഇരുണ്ട വഴികളിലൂടെ അവൻ സഞ്ചരിച്ചു. ആൻഡ് സോ ദ വൈറ്റ് ഫേസസ് ഓഫ് ദ സ്റ്റാവിംഗ് ചിൽഡ്രൻ ലുക്കിംഗ് ഔട്ട് ലിസ്റ്റ്ലെസ്ലി. ഒരു എനർജിയും ഇല്ലാതെ, ഒരു എന്തൂസിയാസവും ഇല്ലാതെ, ഒരു താല്പര്യവും ഇല്ലാതെ ഈ ഒരു ഡാർക്ക് ലേൻസിലൊക്കെ വല്ല ഭിക്ഷയാചിക്കുന്ന ആൾക്കാരെ കണ്ടു. പണക്കാരങ്ങനെ ആവേശം കൊണ്ട് സെറ്റുമായിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ ബ്ലാക്ക് സ്ട്രീറ്റിലാണ് അവര്. അണ്ടർ ദ archway of a bridge, two little boys were lying in each other's arms to try and keep themselves warm. 2 ചെറിയ മക്കള് അവര് പരസ്പരം കെട്ടിപ്പിടിച്ചിക്ക. എന്തിനാ? ചൂട് കിട്ടാൻ വേണ്ടിട്ട്. തണുപ്പല്ലേ, വിറച്ച് നിൽക്കാണ്, ഓരോരുത്തരൊക്കെ വിറച്ച് മരിക്കുകയാണ്. ആൻഡ് ഹൗ ഹംഗ്രി വി ആർ. അവർ പറയണേ, എന്ത് വിശക്കണം, ഞങ്ങൾക്ക് വിശക്കുണ്ട് പറയണം. യു മസ്റ്റ് നോട്ട് ലൈ ഹിയർ, നിങ്ങൾ ഇവിടെ കിടക്കരുത്. ഷൗട്ട് ദ വാച്ച്മാൻ പറയണേ. ആൻഡ് ദേ വാണ്ടർഡ് ഔട്ട് ഇൻ ടു ദ റെയിൻ. മഴയിലേക്ക് അവർ ഓടിപ്പോയി. വ്യൂസ് 65, ലൈക്ക് 80. എങ്ങനെ പോസിബിൾ ആവുന്നല്ലേ? നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ മതി, ബാക്കി സെറ്റാണ്. ഏതായാലും സെറ്റാക്കടാ. ഓക്കെ, അവിടെയുള്ള വാച്ച്മാൻ അവരെ ഓടിച്ചു. ഇറങ്ങിയോടെ, ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ അവരെവിടേക്കോടും? മഴയും കൊണ്ട്, വെയിലില്ല, മഴ കൊണ്ട് തണുത്ത് വിറച്ചിരിക്കുകയാണ്. എന്നിട്ടോ then he flew back and told the prince what he had seen. കണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തു. I'm covered with fine gold. പ്രിൻസ് പറയണേ, എനിക്ക് നല്ല ഗോൾഡ് എൻ്റെ മുകളിലൊക്കെ പൂശിയിരിക്കുന്നത്. You must take it off leaf by leaf. ഓരോ ഇലകളായിട്ട് ഇങ്ങനെ ഓരോന്ന് പുറത്തെടുക്കണം. And give it to the poor. പാവപ്പെട്ടവർക്ക് കൊടുക്കടാ. The living always think that gold can make them happy. ജീവിച്ചിരിക്കുന്നവരുടെ ഒരു ചിന്തയുണ്ട്, സ്വർണം കിട്ടിയാൽ എന്താണ് അവരുടെ ജീവിതം ഹാപ്പിയാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി അവർക്കൊക്കെ കൊണ്ടു കൊടുക്കട്ടോ എന്നങ്ങ് പറഞ്ഞു. ലീഫ് ആഫ്റ്റർ ലീഫ് ഓഫ് ദ ഫൈൻ ഗോൾഡ് ദ swallow picked off till the happy prince looked quite dull and grey. ഓരോ ലീഫായിട്ട് ഓരോന്നിങ്ങനെ പീൽ ഓഫ് ചെയ്തിട്ട് ഒക്കെ കൊണ്ടു കൊടുത്തു. അവസാനം എന്ത് മാത്രമേ ഉള്ളൂ?
ഡൾ ആൻഡ് ഗ്രേ ആയിട്ടുള്ള ഈ ഒരു സ്റ്റാച്യു മാത്രമേ ഉള്ളൂ. ലീഫ് ആഫ്റ്റർ ലീഫ് ഓഫ് ദ ഫൈൻ ഗോൾഡ് ഹി ബ്രോട്ട് ടു ദ പോർ. ഓരോന്നും പാവപ്പെട്ടവർക്ക് കൊണ്ടുകൊടുത്തു. ആൻഡ് ദ ചിൽഡ്രൻസ് ഫേസ് ഗ്രൂ റോസിയർ. അവരുടെ വെളുത്ത് വിളറിയിട്ടുള്ള മുഖങ്ങളൊക്കെ തൊടുത്ത് എന്തൊക്കെ റോസിയർ ആവാൻ തുടങ്ങി, കുറച്ചുകൂടി ബ്ലഷ് ആവാൻ തുടങ്ങി. ആൻഡ് ദേ ലാഫ്ഡ് ആൻഡ് പ്ലേഡ് ഇൻ ദ സ്ട്രീറ്റ്. അവര് ചിരിച്ചു കൊണ്ടിരുന്നു, സ്ട്രീറ്റിൽ കളിച്ചു കൊണ്ടിരുന്നു. വി ഹാവ് ബ്രെഡ് നൗ. അവർ ഞങ്ങൾക്ക് ഇപ്പൊ ഭക്ഷണം കിട്ടി. വാവ്. സാറേ 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 എന്ന് വിളിക്കണ്ട. എന്താണ് കുഞ്ഞിമോനെ, എന്താണ് മുത്തുമണികളെ? ഓക്കെ 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 ഓക്കെ. ഇപ്പൊ ഇത് നമ്മുടെ ഏരിയ, ഇത് അവെഞ്ചേഴ്സ് അസംബിൾ. ഇത് അവെഞ്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് 7ാം ക്ലാസ്സിൽ മക്കളൊക്കെ ഇവിടെ. ഓക്കെ. ദെൻ ദ സ്നോ കെയിം. പിന്നെ മഴ വന്നു. ഓക്കെ, പിന്നെ മഴ വന്നു. യെസ്, മഴയല്ലടാ, മഞ്ഞ് വന്നു. ആൻഡ് ആഫ്റ്റർ ദ സ്നോ കെയിം ദ ഫ്രോസ്റ്റ്. സ്നോ വന്നതിന് ശേഷം, മഞ്ഞ് വന്നതിന് ശേഷം മരവിപ്പ് വന്നു, ഫ്രോസ്റ്റ് വന്നു. The street looked as if they were made of silver. സ്ട്രീറ്റ് മൊത്തം സിൽവർ കൊണ്ട് ഉണ്ടാക്കിയതുപോലെ ഫുള്ള് എന്തായി, വെള്ള കളർ. Everybody went about in first. എല്ലാവരും ഇതുപോലത്തെ കോട്ടുകളിൽ ഇങ്ങനെ മൂടിപ്പൊതിച്ചുറങ്ങാൻ തുടങ്ങി. യെസ് യെസ് യെസ്. ഹായ്. ഓക്കെ. എന്നിട്ടോ, and the little boys wore scarlet caps and skated on the ice. ചെറിയ കുട്ടികളൊക്കെ എന്താക്കി, സ്കാർലെറ്റ് ക്യാപ്സ്, അതായത് ചുവന്ന തൊപ്പികളൊക്കെ ഇട്ട് നടക്കാൻ തുടങ്ങി. അതെന്തിനാ ചുവന്ന തൊപ്പിട്ടെന്ന് അറിയോ? എന്തിനായിരിക്കും മഞ്ഞ് കൂടുതലുള്ള സ്ഥലത്ത് ചുവന്ന തൊപ്പികൾ, സ്കാർലെറ്റ് ക്യാപ്സ് ഇടുന്നത് എന്തിനാ? ജസ്റ്റ് കമന്റ് ചെയ്യും. എന്തെങ്കിലും ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഐക്യ കൂടി ആൾക്കാർ കമന്റ് ചെയ്യട്ടെ. യെസ്, എന്തിനായിരിക്കും? ഓക്കെ, ഏതായാലും അങ്ങനെ ഐസിലൂടെ സ്കേറ്റ് ചെയ്ത് നടന്നു, അങ്ങനെ വൈബായി നടന്നു. The poor little swallow grew colder and colder. പക്ഷേ പാവം നമ്മുടെ സ്വാലോ തണുത്തുകൊണ്ടിരുന്നു. But he would not leave the prince. പക്ഷെ ഒരിക്കലും പ്രിൻസിനെ വിട്ടുപോയില്ല. കാരണം പാവം പ്രിൻസ് എന്താണ് പാവം പ്രിൻസ്? കണ്ണ് കാണില്ല. He loved him too well. അവനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. He picked up crumbs of tiny pieces that fell from the breadൽ നിന്ന് വീണു പോകുന്ന ചെറിയ ക്രംസ് ഒക്കെ പെറുക്കി തിന്നു. യെസ്. ക്രിസ്മസ് ആയോണ്ടോ? അതുകൊണ്ടൊന്നും അല്ലടാ. ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. യെസ് 70 വ്യൂസ് ഉണ്ട്, പക്ഷെ ലൈക്ക് ബട്ടൺ ഇപ്പോഴും 54 ആടാ. ഓക്കെ. ഇറ്റ് മസ്റ്റ് ബി ക്രിസ്മസ്. നോ, ക്രിസ്മസ് അല്ല കേട്ടോ. ചിലപ്പോൾ ക്രിസ്മസ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞതിലും കാര്യമുണ്ട്. കാരണം ഡിസംബർ ആയിരിക്കും അത്. കാരണം അത് തണുപ്പ് കാലം എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ദാറ്റ്സ് നൈസ് തോട്ട്. നിങ്ങൾ IQ ലെവൽ കൂടിയാണ്. പക്ഷെ ഞാൻ ചിന്തിച്ചത് എന്താ അറിയോ, ഈ മഞ്ഞിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക. മഞ്ഞ് മൂടിക്കഴിഞ്ഞാൽ ഈ റെഡ് ലൈറ്റ് പെട്ടെന്ന് നമുക്ക് എന്താക്കാൻ പറ്റും? ഇത്ര ദൂരം നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആണല്ലോ. ഓക്കെ. അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ റെഡ് ലൈറ്റ് എന്താണ് കുറച്ചുകൂടി ഈസിയാണ്. അതുകൊണ്ടല്ലേ ഈ അപകടത്തിലുള്ള ലൈറ്റ് ഒക്കെ റെഡ്. അതുപോലെ തന്നെ ഓറഞ്ച് ഒക്കെ വിജിയോർ ലാസ്റ്റ് ഓറഞ്ച് ഓയും ആറൊക്കെ അത് കൂടിയ ദാനം ലാസ്റ്റൊക്കെ ഒന്ന്. ഏതായാലും അതുകൊണ്ടായിരിക്കും. കാരണം പാരച്യൂട്ടിലൊക്കെ പോകുന്ന ആൾക്കാർ എന്താണ് ഓറഞ്ച് കളറുള്ളതാണ് ധരിക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ മല കയറാനൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ, എസ്പെഷ്യലി മഞ്ഞ് ഉള്ള സ്ഥലത്ത്. ഓക്കെ, അതാണ് ഞാൻ കരുതത്. പക്ഷെ നിങ്ങളുടെയായിരിക്കും കറക്റ്റ്. ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും ഈ ഒരു റെഡ് ക്യാപ്പ് ഇടുന്നത്. ഏതായാലും ഔട്ട്സൈഡ് ദ ബേക്കേഴ്സ് ഡോർ വെൻ ദ ബേക്കർ വാസ് നോട്ട് ലുക്കിംഗ്. ഓക്കെ, ഏതായാലും അവിടെയുള്ള ബേക്കറിയിലുള്ള ആൾക്കാരെ കാണാതിരിക്കുന്ന സമയത്ത് ഈ ബ്രെഡിന്റെ ക്രംസ് ഒക്കെ എടുത്തിട്ട് കഴിക്കലായിരുന്നു അവിടെ സാലോ. അങ്ങനെയായിരുന്നു അവന്റെ വിശപ്പ് വരിയത്. ആൻഡ് ട്രൈ ടു കീപ് ഹിംസെൽഫ് വാം ബൈ ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. അവന്റെ ചിറകളൊക്കെ വീശിയിട്ട് അവൻ മാക്സിമം ചൂടാക്കി നിർത്താൻ ശ്രമിച്ചു. കാരണം അവനെന്താണ്, സീനാണല്ലേ, അവന്റെ ഏരിയ ആണത്. അവന് ഈജിപ്ത് പോകേണ്ട ആളാണ്, പക്ഷെ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു അവസാനം. But at last he knew that he was going to die. അവൻ ഏകദേശം മരിക്കാനായി അവന് തീരുമാനമായി. യെസ്. He had just enough strength to fly up to the prince's shoulder once more. അവസാനമായിട്ട് നമ്മുടെ പ്രിൻസിന്റെ ആ ഷോൾഡറിലേക്ക് ഒറ്റ പ്രാവശ്യം കൂടി പോകാനുള്ള ഒരു സ്ട്രെങ്ത്. ലോ ബാറ്ററി ആയിട്ടുണ്ട് ഗൈസ്. ഗുഡ് ബൈ ഡിയർ പ്രിൻസ്, he murmured. അവനെ അവിടെ പോയിട്ട് പുറത്തു. Will you let me kiss your hand? നിന്റെ കരം ഒന്ന് ചുംബിച്ചോട്ടെ എന്ന് അവനോട് ചോദിച്ചു. I'm glad that you are going to Egypt. സോ അവസാനം നീ ഈജിപ്ത് പോവാണോ, എനിക്ക് സന്തോഷമായി എന്ന് പറയുന്നു സാലോ. And said the prince പറയുന്നു, you have stayed too long here but you must kiss me on the lips for I love you എന്ന് പറയാണ്. ഏതായാലും ഇനി ആ സ്റ്റാച്യു പറയാണ്, ആ സ്റ്റാച്യുവിന്റെ മനസ്സൊക്കെയാ നിങ്ങളെ കൈ ചുംബിച്ചോട്ടെ എന്ന് പറയുമ്പോ, നീ അങ്ങനെ കൈയൊന്നും ഉമ്മ വെച്ച് പോകേണ്ട ആളല്ല, നീ എന്റെ കവിളിൽ ചുംബിച്ചോളൂ, ലിപ്സിൽ ചുംബിച്ചോളൂ എന്ന് പറയാണ്. കാരണം നമ്മൾ അത്രയും ഫ്രണ്ട്സ് ആയി, നമ്മൾ അത്രയും സെറ്റായി. ഇറ്റ്സ് നോട്ട് ഈജിപ്ത് ദാറ്റ് ഐ ആം ഗോയിങ്. ഞാൻ ഈജിപ്തിലേക്കല്ല പോകുന്നത്. സെഡ് ദ സ്വാലോ പറയാണ്, ഐ എം ഗോയിങ് ടു ദ ഹൗസ് ഓഫ് ഡെത്ത്സ്. മരണത്തിന്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ ബ്രദർ ഓഫ് സ്ലീപ്. ആ ഒരു ഉറക്കിന്റെ ബ്രദറാണല്ലോ. യെസ്, ഉറക്കം എന്നുള്ളത് മരണത്തിന്റെ ഒരു ബ്രദറാന്ന് പറയുന്നത്. ഇസ് ഹി നോട്ട്? അല്ലേ?
അങ്ങനെയല്ലേടാ, അങ്ങനെയല്ലേ? മരണം എന്ന് പറയുന്നത് ഉറക്കിന്റെ ബ്രദർ. കാരണം ഉറക്ക് എന്ന് പറയുന്നത് it's a small death. Okay. And he kissed the happy prince on the lips and fell down dead at his feet. Scene. അവസാനം ആ ഒരു ഹാപ്പി പ്രിൻസിന് ഒരു ഉമ്മയും കൊടുത്തിട്ട് ആ ഹാപ്പി പ്രിൻസിന്റെ കാൽച്ചുവട്ടിൽ തന്നെ മരിച്ചു വീഴുന്ന സാലോയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. ഇനി അതിന്റെ ഒരു ക്ലൈമാക്സ് ഉണ്ട് മക്കളെ. At that moment, a curious crack sounded inside the statue. സ്റ്റാച്യൂവിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു പൊട്ടുന്ന ഒരു സൗണ്ടും കൂടെ കേട്ടു. As if something had broken. എന്തോന്ന് പൊട്ടുന്ന മാതിരി എന്തോ ഒരു സൗണ്ട് കേട്ടു. The fact is that the leaden heart had snapped right into. ഉള്ളിലുള്ള ലെഡ് കൊണ്ടുണ്ടാക്കിയ ഹൃദയം രണ്ടായി പൊട്ടി തകർന്നതാണ്. സങ്കടം കൊണ്ട്, വിഷമം കൊണ്ട് എനിക്ക് വേണ്ടി ഇവിടെ നിന്ന എന്റെ സ്വാലോ മരിച്ചു വീണിരിക്കുന്നു. സീന് ഇല്ലാത്ത അവസ്ഥ. ട്രാജഡിയാണ്. It certainly was a dreadful day, dreadfully hard frost. അത് മിക്കവാറും അത്രയും മരവിച്ചിട്ടുണ്ടാകും. Early the next morning the mayor was walking the square below in the company with the town councillor. പിറ്റേന്ന് രാവിലെ ടൗൺ കൗൺസിലർമാരും ഓക്കെ പിറ്റേന്ന് രാവിലെ ടൗൺ കൗൺസിലർമാരും അതുപോലെ തന്നെ മേയറൊക്കെ അതിലെങ്ങനെ നടന്നു പോവാണ്. As they paused the column he looked up the statue. പിന്നെ പെട്ടെന്ന് നോക്കി സ്റ്റാറ്റ്യൂനെ നോക്കി. സ്റ്റാറ്റ്യൂ നമ്മളെ ഹാപ്പി പ്രിൻസ് അല്ലേ? Dear me, how shabby the happy prince looks. ഇത് നമ്മളെ ഹാപ്പി പ്രിൻസ് അല്ലേ? ഇയാൾ എങ്ങനെ കോലം കെട്ട എങ്ങനെയാണ്? ഇയാളെ ലുക്കൊക്കെ ഇവിടെ പോയി. ഹൗ ഷാബി ഇൻഡീഡ്. ശരിയാണ്. മറ്റേ കൗൺസിലർമാർ പറയും എന്തൊരവസ്ഥയല്ലേ നമ്മുടെ ഹാപ്പി പ്രിൻസ്. ഓൾവേസ് അഗ്രീഡ് വിത്ത് ദ മേയർ ആൻഡ് ദേ വെന്റ് അപ്പ് ടു ലുക്ക് അറ്റ് ഇറ്റ്. എപ്പോഴും ഈ മേയർ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും ഒക്കെ അംഗീകരിക്കുന്ന ഒരാളാണ് ബാക്കിയുള്ള കൗൺസിലേഴ്സ് ഉണ്ടാവുക. അങ്ങനെയാണ്. ശരി, അങ്ങനാണോ? അങ്ങനെ ആവരുത്. ഓക്കെ, ഏതായാലും the ruby has fallen out of his sword. അയാൾ പറയാണ് അതിന്റെ വാളിന്റെ ചെളിച്ചിൽ നിന്ന് എന്തായി പോയിട്ടുണ്ട്? ആ റൂബി വിട്ടു പോയിട്ടുണ്ട്. His eyes are gone. കണ്ണൊക്കെ പോയി. And he's golden, no longer golden കളറും അല്ല. As said the mayor, in fact he is little better than a beggar. ഇപ്പോ കുറച്ച് എന്താണ് സാറേ നോക്കുന്നത്? എന്താടാ മോനെ സീൻ എന്താ സീനടാ? സീൻ എന്താടാ? So I have a doubt. Navami Ajit പറടാ. ഡൗട്ട്സ് ഒക്കെ പറഞ്ഞോളൂ. സെറ്റാണ്. ഓക്കെ, ഇംഗ്ലീഷ് പ്ലീസ്. ഓക്കെ, അതിന്റെ അർത്ഥം കൂടി വേണ്ട, പിന്നെ അത് മനസ്സിലാവും ചില ആൾക്കാർക്ക്. ഓക്കെ ഏതായാലും സംശയം കണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. യെസ്, ലിറ്റിൽ ബെറ്റർ ദാൻ എ ബെഗർ. ഇത് ബെഗറിനേക്കാളും കുറച്ചുകൂടി ലിറ്റിൽ ബെറ്റർ ആണ്. ഓക്കെ, അതായത് അത്രയും മോശമാണെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, പറയുന്നത്. ആൻഡ് ഹിയർ ഈസ് ആക്ച്വലി എ ഡെഡ് ബേർഡ് അറ്റ് ദ ഫീറ്റ്. അതിന്റെ കാലിന്റെ അടിയിൽ അതാ ഒരു ഹാപ്പി പ്രിൻസ് സ്റ്റോറി ഈസ് ഡിഫറെന്റ് ഫ്രം മൈ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോറി. ഈ ഒരു ഹാപ്പി പ്രിൻസ് മറ്റേ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡിഫറെന്റ് ആണോ? എല്ലാവരുടെ 10th CBSEയിലും സെറ്റ് അല്ലേടാ? അല്ല, 9th CBSEയിലും. പ്രേംജിത്ത് സിംഗിന് ഇത് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. പ്രേംജിത്ത് സിംഗ്, I'll try to explain in English language. Continued the mayor. Mayor is always continuing explaining that, and here is actually a dead bird at his feet. There is a dead bird. Actually, the swallow is dead at the feet of all happy prince. Actually, the bird is also visible there. We must really issue a proclamation that birds are not be allowed to die here. What a paradox. What the situation? That's a situation. That's an exact situation of the politician. Politicians are really saying like these kind of things. This kind of shit we can say. Is that offensive word? Whatever. I don't know. ഏതായാലും നമ്മുടെ പൊളിറ്റീഷ്യൻസ് ഒക്കെ പറയുന്ന ഒരുപാട് ഇംഗ്ലീഷ് അവർക്ക് ഒരാൾക്ക് വേണ്ടി മാത്രം ഫുൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ സീനായിക്കൂലെ. പ്രേംജിത്ത്, നീ ഏതോ സായിപ്പ് എടാ, അവനെ ട്രോൾട്ടാ സീന. നമ്മള് തൽക്കാലം ഇത് വിട്ടേക്കാം. ഓക്കെ, ഏതായാലും പ്രൊക്ലമേഷൻ ചെയ്തു. എന്താണ്? ഈ ബേർഡ്സുകളൊന്നും ഇനി ഇവിടെ മരിക്കാൻ പാടില്ല. എന്താ അവസ്ഥയില്? ആൻഡ് ദ ടൗൺ ക്ലർക്ക് മേഡ് എ നോട്ട് ഓഫ് ദ സജഷൻ. അവസാനം ആ ടൗൺ ക്ലർക്ക് ഒരു സജഷൻ വെച്ചു, ബേർഡ്സുകളൊന്നും ഇവിടെ മരിക്കാൻ പാടില്ല. ഒരു മരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലല്ലേ. So they pulled down the statue of the happy prince. in the statue എന്താക്കി? താഴെ ഇറക്കി. As he is no longer beautiful, he is no longer useful. ഭംഗിയില്ലെങ്കിൽ യൂസ്ഫുൾ അല്ല. എന്തൊരു ഷിറ്റി തോട്ടാണോ അത്? ഷിറ്റി തോട്ട്. ദാറ്റ്സ് ഡെഫിനറ്റ്ലി വി ഹാവ് ടു സേ. ഭംഗിയില്ലാത്തതൊക്കെ യൂസ്ഫുൾ അല്ല എന്നുള്ള ആ ഒരു തോട്ട്. പക്ഷെ ഞാൻ നേരെ തിരിച്ചറിയാം, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നാണ് പറയാറുള്ളത്. ഓക്കെ, ഏതായാലും ഭംഗിയില്ലാത്തതൊന്നും യൂസ്ഫുൾ അല്ല. That's wrong.
That's a wrong number എന്ന് പറയാറുണ്ട്. Okay, said the art professor at the university. യൂണിവേഴ്സിറ്റിയിലെ ആർട്ട് പ്രൊഫസർ പറയാണ്. മണ്ടന്മാരാണല്ലോ ഫുള്ള് മേയറും കൗൺസിലേഴ്സും ഒക്കെ അവിടെ. Then the melt the stand in a furnace. ഒരു ഫർണേസ് കൊണ്ട് മൊത്തം ഒരുക്കി കളഞ്ഞു. What a strange thing. എന്തൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള അവസ്ഥയാണ്. കാരണം said the overseer of the workmen at the foundry. അവിടത്തെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ പോയിട്ട് അവിടെ നോക്കിയിട്ട് അവിടെ ഒരുക്കുന്ന ആള് പറയാണ്, സൂപ്പർവൈസർ പറയാണ്, this broken lead heart will not melt in the furnace. ഈ തീച്ചൂളയിൽ വെച്ചിട്ട് ഫർണേസിൽ വെച്ചിട്ടും എന്താക്കുന്നില്ല, ഈ ഒരു ഹൃദയം, ഈ ലെഡ് എന്താവുന്നില്ല, ഉരുകുന്നില്ല. ഇതൊരു ശക്തിയാണ്. We must throw it away. നമ്മളത് അടുത്ത് എറിയേണ്ടി വരും, ഇത് ഉരുകുന്നില്ല ഗൈസ്. So they threw it in the dust heap where the dead swallow was also dying. സീന് മോനെ സീന്. ഈ ഓസ്കാർ വൈൽഡില്ലേ, ഓന്റെ ലെവൽ നോക്കിയാ. എന്നിട്ട് ആ ഒരു ലെഡ് എടുത്തിട്ട് നിങ്ങൾ ആ വ്യൂ ഇങ്ങനെ മൈൻഡിലൊക്കെ വരണേ. ആ ഒരു ലെഡ് എടുത്തിട്ട് എറിഞ്ഞു. ഇത് ഉരുകാത്തോണ്ടേ ഫർണേസിലിട്ടിട്ട് ഉരുകുന്നില്ല. ബാക്കി ഉരുക്കിയിട്ട് വേറെ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം, കമ്പിയോ ഒക്കെ ഉണ്ടാക്കാലോ. കാരണം ഫുള്ള് ഇതല്ലേ, ഈ ലെഡ് അല്ലേ. ഈ ലെഡ് എടുത്ത് ഒരു എറിഞ്ഞു കളയാം, വെറുതെ ഒഴിവാക്കിയോ. കാരണം അത് ഉരുകുന്നില്ല. എടുത്ത് എറിഞ്ഞപ്പോ ഈ ഹാർട്ട് ഉരുണ്ട് പോയി വീണത് എവിടെയാ? നമ്മുടെ ലിറ്റിൽ സ്വാലോ മരിച്ച് കിടക്കുന്നതിന്റെ തൊട്ടടുത്ത് അവര് തമ്മിൽ. What a climax. Statue I think. Okay, last. Bring me to most precious thing in the city. God പറയാണ്, ഈ സിറ്റിയിൽ വെച്ച് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള വിലപിടിപ്പുള്ള 2 സാധനം എനിക്ക് കൊണ്ടുതരാൻ പറഞ്ഞു. To one of his angels. ഏതോ ഒരു അവന്റെ കുറെ ഏഞ്ചൽസ് ഇല്ലേ, അതിൽ ഏതോ ഒരു ഏഞ്ചലിനോട്, ഒരു മാലാഖിയോട് പറഞ്ഞു. And the angel brought him the leaden heart and the dead bird. എന്നിട്ട് ആ ഒരു ചത്ത പക്ഷിയെ, മീൻസ് ഡെഡായ പക്ഷിയെയും ആ ഒരു ലെഡ് എന്ത് മറ്റേ അതിലെ ഹാർട്ടിനെയും കൊടുത്തു രാജാവിന്. You have rightly chosen. ദൈവം പറയാണ്, നീ ചൂസ് ചെയ്തത് കറക്റ്റ് സാധനമാണ് നീ ചൂസ് ചെയ്തത്. For in my garden of paradise this little bird shall sing forevermore. And ഇന്ന് മുതൽ ഈ പക്ഷി എന്റെ ഗാർഡനിൽ എന്നും പാട്ട് പാടിക്കൊണ്ടിരിക്കും. Okay, in my city of gold the happy prince shall praise me. എന്റെ സ്വർണം കൊണ്ടുള്ള എന്റെ കൊട്ടാരത്തിൽ സ്വർണം കൊണ്ടുള്ള സ്വർഗത്തിലെ കൊട്ടാരത്തില് എന്തായിരിക്കും? ഹാപ്പി പ്രിൻസ് എപ്പോഴും എന്നെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കും, എന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. 2 പേരും സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടു ഗൈസ്. ഓസ്കാർ വൈൽഡിന്റെ കിണ്ണങ്കാച്ചി ക്ലൈമാക്സ് വൈബല്ലേ ഗൈസ്. പ്രേംജിത്ത് സിംഗ്, ദിസ് ഈസ് മലയാളം. മലയാളീസ് പവർ കാണിക്കണം. മലയാളീന്റെ അവര് മലയാളം മനസ്സിലാവായിട്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും പാവം പറഞ്ഞിട്ടുണ്ടാവുക. അത് ഫുള്ള് കംപ്ലീറ്റ് ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് സീനല്ലേടാ, സിംഗ് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് മിക്കവാറും നമ്മൾ വിശ്വസിക്കല്ലേ. ഏതായാലും എടാ ഇത് സീനാണ്. മലയാളം ക്യാച്ച് ചെയ്യാൻ കുറച്ച് സീനായിരിക്കും. മലയാളം മല്ലു സീൻ. ഓക്കെ, ഏതായാലും ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ 80 ലൈക്ക് ആക്കും എന്നൊക്കെ പറഞ്ഞാൽ 80 ലൈക്ക് ആയിട്ടില്ല. ഏതായാലും അത് മാത്രമല്ല, മറ്റൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഒരു കാര്യം പറയട്ടെ. സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി നാളെ മറ്റന്നാളൊക്കെ കുറെ ലൈവ് സെഷനുകളൊക്കെ ഉണ്ട്, അത് മിസ്സാവണ്ട. നിങ്ങൾ എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് ചെയ്യുക. മറ്റൊരു കാര്യം, ഇതിന്റെ സ്ലൈഡൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. അത് മാത്രമല്ല, ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം ഉറപ്പായിട്ട് കമന്റ് ബോക്സിലാണ്. അതുപോലെ മറ്റൊരു ആൾട്ടർനേറ്റീവ് ക്ലൈമാക്സ്, വേറെ എന്തെങ്കിലും ക്ലൈമാക്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? Do you have any other climax? ഇതിന് കൊടുക്കാൻ പറ്റിയ മറ്റൊരു ക്ലൈമാക്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ലൈവിന്റെ സ്ലൈഡുകൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ ഫ്രീ ആയിട്ട് അതിലേക്ക് അയച്ചു തരികയും ചെയ്യും. ഓക്കെ, യെസ്. ഇത്രേ പറയാനുള്ളൂ. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. Do you guys have any doubt? ഡൗട്ട് ഉണ്ടോടാ മക്കളെ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. Can you wind up? So what is your name? ചോദിക്കുന്നുണ്ട്. My name is and you guys can call me JD. Jamshad Ali. Okay, art of craft. This is my name. പ്രേംജിത്ത് സിംഗിനോട് ഇപ്പൊ പറയാൻ എന്താണ് ഒന്നുമില്ല. ഹേയ് പ്രഭു, അതൊക്കെ ഹിന്ദിയിൽ നമുക്കിപ്പോ തൽക്കാലം അറിയുള്ളൂ. ഹേയ് പ്രഭു ഹരിരാം കൃഷ്ണ. മറ്റേ സാധനത്തിന്റെ ഫുൾ പേര് എന്തേലും? ഹേയ് പ്രഭു ഹരിരാം കൃഷ്ണ. ക്ലാസ് സീനായിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഗ്രേറ്റ് വൺ.
ഹേ പ്രഭു ഹരിരാം കൃഷ്ണ പ്രേമാനന്ദ സാധനല്ലേ അതൊക്കെ പറയാനുള്ളൂ. അത് ഓക്കെ പുള്ളി ക്ലാസ്. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പം മാത്രമല്ല നമ്മുടെ ലൈവ് എൻഡ് ആയതിനു ശേഷവും നമ്മൾ എന്താക്കുക അറിയിക്കുക. ഡെഫിനറ്റ്ലി നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ അത് മാത്രമേ ഉള്ളൂ. ഏതായാലും വൈൻഡപ്പ് ചെയ്യാടാ. സെറ്റ്. താങ്ക് യു everyone for watching, for listening, for supporting, for every bit of your comments. നേരത്തെ ഒരു ഇങ്ങനെ ഇമോജി ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും അത് വാരി വിതറിയിട്ടുണ്ട്. അതിനും നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങൾ കമന്റ് ചെയ്തതിനും എല്ലാത്തിനും താങ്ക്സ്. ഹേ പ്രഭു ഹരിരാം കൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദ് ഹേ ക്യാ ഹുവാ. താങ്ക് യു ഫോർ ദാറ്റ് കമന്റ്. അതായത് കിട്ടിയല്ലോ. താങ്ക് യു സർ. താങ്ക് യു. ലവ് യു ഓൾ. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. ഓക്കെ.